നമസ്കാരം. എംപുരാൻ സിനിമയിലെ പ്രമേയം ചിലരെ വേദനിപ്പിച്ചതിൽ ഖേദപ്രകടനവുമായി മോഹൻലാൽ. ഒരു പ്രത്യയ ശാസ്ത്രത്തോടും വെറുപ്പില്ലെന്നും വിവാദ ഭാഗങ്ങൾ നീക്കാനുള്ള തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതാണെന്നും മോഹൻലാൽ വ്യക്തമാക്കി. ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജും നിർമ്മാതാക്കളായ ഗോകുലം ഗോപാലനും ആന്റണി പെരുമ്പാവൂരും പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഖേദപ്രകടനത്തിന് ശേഷവും സംഘ് പരിവാർ കടുത്ത ആക്രമണം തുടരുകയാണ്. പൃഥ്വിരാജ് ചിത്രങ്ങളിൽ രാജ്യവിരുദ്ധത ആവർത്തിക്കുന്നുവെന്ന് ഓർഗനൈസർ ആരോപിച്ചു. എംപുരാന് പിന്തുണയുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രമുഖ നേതാക്കളും രംഗത്തെത്തി. വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷനുമായി കുതിക്കുകയാണ് എംപുരാൻ. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ശ്രീ ജേക്സ് തോമസ് CPM, ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസ്, ശ്രീ ഉല്ലാസ് ബാബു BJP, ശ്രീ ഷാബു പ്രസാദ് സംഘ് പരിവാർ സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ ജേക്സി തോമസ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എംപുരാന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചു. അതിനർത്ഥം കേരളത്തിലെ 80% ജനങ്ങളും അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്നവരും ഈ ചിത്രത്തിനൊപ്പമാണ്, ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പമാണ് എന്നുള്ളതാണല്ലോ. എന്നിട്ടും മോഹൻലാലിന് മാപ്പ് പറയേണ്ടി വന്നു. അത് മറ്റുള്ളവർ എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായൊരു സംഭവവികാസമായി ഈ സിനിമയും അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങളും മാറുകയാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ ചേരി സശ്രദ്ധം വീക്ഷിക്കേണ്ടതും പാഠം ഉൾക്കൊണ്ടതുമായ ഒരു സംഭവവികാസമായിട്ട് ഇത് മാറുന്നുണ്ട്. ഞാൻ അങ്ങ് സൂചിപ്പിച്ചു, ഈ സംഭവവികാസങ്ങളുടെ ഒരു തുടർച്ച ക്രോണോളജിക്കലായി അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമാണ്. ഞാൻ സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല. പക്ഷേ നമ്മുടെ മുമ്പിലുണ്ട് മലയാള ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടുകൂടെ പറയുന്ന 2 പേരുകളിൽ ഒന്നാണ് ആദരണീയനായ മോഹൻലാലിൻ്റേത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കേന്ദ്ര കഥാപാത്ര സൃഷ്ടിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഈ സിനിമ ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ റിലീസായി, ഒരുപക്ഷെ ഒരു ആഗോള റിലീസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അനുഭവങ്ങളിലേക്കും വിജയത്തിലേക്കും മാറുകയാണ്. പക്ഷേ അപ്പോഴാണ് ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വർഗീയത നമ്മളുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള എണ്ണമറ്റ നൃശംസതകളുടെ പ്രതീകം പരിച്ഛേദമായി ഈ ചലച്ചിത്രത്തിന്റെ കഥാതന്തു വികസിക്കുന്നു എന്ന് സിനിമ പുറത്തിറങ്ങിയതിന് ശേഷമാണ് കേരളമെമ്പാടും ലോകമെമ്പാടുമുള്ള മലയാളികൾ അല്ലെങ്കിൽ ഈ സിനിമയെ സ്വീകരിച്ച പ്രേക്ഷകരുടെ മുമ്പാകെ വരുന്നത്. അപ്പോൾ മുതൽ നമുക്ക് കാണാൻ കഴിയും, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ വർഗീയതയുടെ മുഖപത്രമായിട്ടുള്ള ദ ഓർഗനൈസർ മുതൽ യുവമോർച്ചയുടെ കേരള സംസ്ഥാന കമ്മിറ്റി മുതൽ RSSന്റെയും സംഘപരിവാരത്തിന്റെയും ഇന്ത്യയിലെയും കേരളത്തിലെയും വിവിധ ധാരകളിൽ പ്രവർത്തിക്കുന്ന എണ്ണമറ്റ മുഖമുള്ള സമുന്നത സ്ഥാനീയർ ഈ സിനിമയ്ക്ക് നേരെ ഭർസനവുമായി രംഗത്തേക്ക് വരുന്നു. ഞാൻ അവർ ഉപയോഗിച്ച പദപ്രയോഗങ്ങളിൽ പലതും ഇതേപോലെയൊരു സംവാദത്തിൽ, അതായത് പ്രേക്ഷകരും ലോകമെമ്പാടും മലയാളികളും കാണുന്ന ഒരു സംവാദ ഇടത്തിൽ വന്ന് നമുക്ക് കോട്ട് ചെയ്യാനോ ആവർത്തിക്കാനോ കഴിയുന്നതേയല്ല. അസാമാന്യമായ നിലയിൽ വർഗീയത പുളിച്ചു തികട്ടുന്ന പോലെ കേട്ടാൽ അറപ്പുളവാക്കുന്ന വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട്, പ്രതികരണങ്ങൾ കൊണ്ട് ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക്, മുറവിളികൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ മുമ്പിൽ മലയാളത്തിന്റെ അഭിമാനമായ ആദരണീയനായ നമ്മളുടെ മോഹൻലാലിന് ഖേദം പ്രകടിപ്പിക്കേണ്ടതായി വന്നു. അതൊരു അനിഷ്ടകരമായ യാഥാർത്ഥ്യമായി, അപ്രിയമായ സത്യമായി നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ മലയാളിയുടെ മുമ്പിൽ ഈ സംഭവവികാസങ്ങൾ കണ്ണു തുറപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കൂടെ പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തെയോ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയം പരിമിതികളോടുകൂടെയെങ്കിലും ഉയർത്തിപ്പിടിക്കുന്ന ഏതു പ്രസ്ഥാനത്തെയെങ്കിലും വിമർശിച്ചതിന്റെ ഭാഗമായി ലോക മലയാളികളുടെ മുമ്പിൽ അഭിമാന പ്രതീകമായ ഇത്തരം താരങ്ങൾക്ക് ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ടതായിട്ടോ ഒരു മാപ്പ് പറയേണ്ടതായിട്ടോ വന്നിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുതകൾ നിരത്തി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യം. ഇപ്പോഴെന്തുകൊണ്ട് മലയാളത്തിന്റെ അഭിമാന പ്രതീകത്തിന് പരിമിതികളോടുകൂടെയെങ്കിലും ഒരു ഖേദപ്രകടനം നടത്തേണ്ടതായി വന്നു? അത് മറ്റൊന്നുമല്ല, ആരെയും ഭയപ്പെടുത്തുന്ന പൃഥ്വിരാജിന്റെ വിദേശ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഓർഗനൈസറും RSSും ഉൾപ്പെടെയുള്ള സംഘടനകൾ, യുവമോർച്ച ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നിടത്തോളം കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മളുടെ മുമ്പിലുണ്ട് ഈ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക്, ഈ വർഗീയതയെ നെഞ്ചൂക്കോടുകൂടെ പ്രതിരോധിക്കാൻ ഒറ്റയ്ക്കിറങ്ങി പുറപ്പെട്ടവർക്ക് ഇന്ത്യയിൽ അഭിമുഖീകരിക്കേണ്ട വന്നത് എന്താണ്? ഗൗരി ലങ്കേഷ് നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മളുടെ മുമ്പിൽ എണ്ണമറ്റ അനേകം സർവകലാശാല വൈസ് ചാൻസലറും ശാസ്ത്ര കുലപതികളും മുതൽ ഈ നാട്ടിൽ വർഗീയ കലാപത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സംഘപരിവാരം കൊലവിളിച്ച് കളഞ്ഞ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ നിലവിളിക്കുന്ന ചോര നമ്മളുടെ മുമ്പിലുണ്ട്. അതിന്റെ മുമ്പിലായിരിക്കാം പരിമിതികളോടുകൂടെയെങ്കിലും മലയാളത്തിന്റെ ലോകാഭിമാനത്തിന് ഒരു ഖേദപ്രകടനം ഇന്ന് നടത്തേണ്ടതായി വന്നിട്ടുള്ളത്. അത് മതനിരപേക്ഷ ചേരിയെ കണ്ണു തുറപ്പിക്കുന്ന അനിഷ്ട യാഥാർത്ഥ്യമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ
കേരളം പ്രതീക്ഷ നൽകുന്നുണ്ട്, ആവേശകരവും ത്രസിപ്പിക്കുന്നതുമായ അനുഭവം നൽകുന്നുണ്ട്. RSS വെറുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മലയാളി എത്രമാത്രം കരുത്തോടുകൂടെ ഹൃദയം പകുത്തു നൽകുമാറ് സ്നേഹവായ്പോടുകൂടെ ഈ ചലച്ചിത്രത്തെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഈ നിമിഷം നമുക്ക് ആ പോയിന്റിൽ നിന്ന് ചർച്ചയുടെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ശ്രീ ഷാബു പ്രസാദ്. ഒന്നാമത്തെ ദിവസത്തെ ഇനീഷ്യൽ കളക്ഷന് ശേഷം പതുക്കെ ഒന്ന് ഡൗൺ ആയി തുടങ്ങിയതാണ്. കഴിഞ്ഞ 2 ദിവസമായി, അതായത് നിങ്ങളുടെ ആക്രമണം കടുത്തതിനെ തുടർന്ന് ഈ സിനിമയുടെ ഒരു പോക്ക് നോക്കൂ. കേരളത്തിൽ റിലീസ് ചെയ്ത 5ാമത്തെ ദിവസവും പുലർച്ചെ 4 മണി മുതൽ രാത്രി 12:30യും 1 മണിയും കഴിയുന്നത് വരെ എക്സ്ട്രാ ഷോകൾ കളിക്കുകയാണ് ഓരോ തിയേറ്ററിലും. ബുക്ക് മൈ ഷോയുടെ കണക്കിൽ ഇന്ന് സൺഡേ ആണല്ലോ, ഈ വീക്കെൻഡിലെ ഏറ്റവും കൂടിയ കളക്ഷൻ നേടുന്ന സിനിമ എന്ന് മാത്രമല്ല, സൽമാൻ ഖാന്റെ എല്ലാ ഈദ് റിലീസുകളും വളരെ പ്രമാദമാണ്. സിക്കന്ദറിന് വേണ്ടി ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ 3 ഇരട്ടിയാണ് പാൻ ഇന്ത്യ ലെവലിൽ എമ്പുരാന് വേണ്ടി ബുക്ക് ചെയ്തത്. 3.25 ലക്ഷം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ മാത്രം എമ്പുരാന് വേണ്ടി ഇന്നലെ ഒരൊറ്റ ദിവസം ബുക്ക് ചെയ്തു. ഓരോ മണിക്കൂറിലും ട്രെൻഡിംഗ് ആണ് ബുക്ക് മൈ ഷോ അടക്കമുള്ള ആപ്പുകളിൽ എമ്പുരാന്റെ ടിക്കറ്റ് സെയിൽ. ഒരു മഹാവിജയമായി മാറുന്നതിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൂടി ഞാൻ അംഗീകരിക്കുന്നുണ്ട്. താങ്കൾ അംഗീകരിക്കുമോ? ഒരു സിനിമ ഇറങ്ങി, ഒരു സിനിമയെ ചൊല്ലി ഒരു വലിയ വിവാദവും വലിയ ചർച്ചയും വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ സിനിമ കാണാനുള്ള താല്പര്യം ആൾക്കാരിൽ കൂടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം, അതല്ലല്ലോ അഭിലാഷേ. അത് പടം ആൾക്കാർ കാണുകയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പടം ഇവിടെ നിരോധിച്ച പടമൊന്നുമില്ലല്ലോ. ഇവിടെ ആർക്കും കാണാനും കാണാതിരിക്കാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചയുടെ വിഷയവും ഈ പടത്തിൻ്റെ വിജയവും അതിൻ്റെ മാർക്കറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളല്ലല്ലോ. അത് ഒരു വശത്ത് അവിടെ നടക്കട്ടെ. ഇനി വേറൊന്ന് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പടം ചർച്ച ചെയ്യുന്നത്, ഞാൻ എന്തായാലും ടിക്കറ്റ് എടുത്ത് പടം കണ്ട ആളാണ്. ഇനി ഈ സിനിമ ചർച്ച ചെയ്യുന്നത് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയമാണ്, ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ. ഞാൻ ആ രാഷ്ട്രീയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷെ ആ രാഷ്ട്രീയമാണ് ഇവിടെ പോപ്പുലർ എന്നുള്ളത് വ്യക്തമാവുകയല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പോൾ ഈ മണിക്കൂറിൽ 20.82K ഈ കഴിഞ്ഞ ഒറ്റ മണിക്കൂറിൽ ബുക്ക് ചെയ്യപ്പെട്ട ടിക്കറ്റുകളുടെ എണ്ണമാണ് 21,000 ടിക്കറ്റാണ് കഴിഞ്ഞ 1 മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ മാത്രം ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്യപ്പെട്ടത്. ഈ ട്രെൻഡ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെടുന്ന സിനിമയായി നിൽക്കുകയാണ്. ഒരു നരേന്ദ്രമോദിയുടെ പഴയ ഒരു കോട്ട് കരൺ താപ്പർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, നരേന്ദ്രമോദി ഈ 90കളുടെ ഒടുക്കം ഒരു യാത്രക്കിടെ കരണിനോട് പറഞ്ഞത്, കേരളമാണ് ഏറ്റവും ശക്തമായ RSS ശാഖാ സംവിധാനമുള്ള ഒരു സംസ്ഥാനം. പക്ഷേ RSS എന്തിനെയാണോ എതിർക്കുന്നത് അതൊക്കെ അതിന്റെ ഏറ്റവും മികച്ച നിലയിലുള്ള സംസ്ഥാനവും കേരളമാണ് എന്നാണ്. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് 1 ക്രൈസ്തവ സഭയും 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ കേരളത്തിൽ RSS എന്തിനെ എതിർക്കുന്നോ അതാണ് ഫ്ലറിഷ് ചെയ്യുക എന്ന കാര്യം 2-3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അതേപോലെ തുടരുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിലെ ഈ പറഞ്ഞ പോലെ സംഘപരിവാറിന് വളരെ ശക്തമായ പ്രതിരോധം ഉണ്ട്. സംഘപരിവാറിനെയും RSSനെയും BJPയൊക്കെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതിനെ നമ്മൾ യാഥാർത്ഥ്യം കാണാതിരുന്നിട്ട് എന്താ കാര്യം? ഉണ്ട്. ഇനി കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും RSSനെയും സംഘപരിവാർ രാഷ്ട്രീയത്തിനെയും സംഘപരിവാർ നറേറ്റീവുകളെയും ആശയങ്ങളെയും എതിർക്കുന്നവരുണ്ട്. അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എല്ലാം കൂടിയും കുറഞ്ഞുമൊക്കെ ഇന്ത്യയിൽ എല്ലായിടവും ഉണ്ടാവും. അതിൻ്റെ പേരല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. അതല്ലേ വേണ്ടതും. അതിൻ്റെ അകത്ത് എന്താ നമുക്ക് ഇത്ര ഈ കൂടുതൽ ആഹ്ലാദിക്കാനുമില്ല, അവിടെ കൂടുതൽ എന്താണ് സങ്കടപ്പെടാനുമില്ല. ഇതൊക്കെ തന്നെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതൊക്കെ വേണ്ടതും. അതിൻ്റെ അകത്തുനിന്ന് യാതൊരു സംശയവും വേണ്ട. ഇനി ഈ ഒരു വിവാദം ഉണ്ടായതിനെ തുടർന്ന് തീർച്ചയായിട്ടും അത് കാണാനുള്ള താല്പര്യം ആൾക്കാരിലുണ്ടാകും. തീർച്ചയായിട്ടും അവിടെ ഇത് 2 ചേരികളിലായിട്ട് തിരിഞ്ഞു നിന്നുള്ള വളരെ വലിയൊരു രാഷ്ട്രീയ യുദ്ധമായി ഇത് മാറിയ സ്ഥിതിക്ക് തീർച്ചയായും സംഘപരിവാറിനെ എതിർക്കുന്നവരുടെ ഇടയിൽ അതിനെ അപ്പോൾ എന്നാലതൊന്ന് കണ്ടുകളയാം എന്നുള്ള ആ രീതിയിലുള്ള ഒരു ബിൽഡപ്പ് ഉണ്ടാകും. സ്വാഭാവികമാണ് അതൊക്കെ. ഇത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് അഭിലാഷ. എനിക്കതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല. അതെ, ഇപ്പൊ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ഒരു ബിൽഡപ്പ് ഇതിനുണ്ടാവുകയുമില്ലായിരുന്നു. സിമ്പിൾ. ഈ ഒരു വിവാദം അതിനെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സത്യമാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞു. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ ഈ സിനിമ ചർച്ച ചെയ്യുന്നത് വ്യക്തമായ രാഷ്ട്രീയമാണ്. ഇത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് വ്യക്തമായ ഒരു രാഷ്ട്രീയ നറേറ്റീവാണ്, പൊളിറ്റിക്കൽ നറേറ്റീവാണ്. അതിന് തെറ്റൊന്നുമില്ല.
അതിൻ്റെ അകത്ത് അതിനെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല രാഷ്ട്രീയ സിനിമകളും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, ഏകപക്ഷീയമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമകൾ ഇവിടെ വരുന്നതും കലാരൂപങ്ങൾ വരുന്നതെന്നും നമ്മളത് ആദ്യമായിട്ടൊന്നും അല്ല കാണുന്നത്. ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഇന്ത്യ ഭരിക്കുന്ന BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇവിടുത്തെ ആ രാജ്യത്തെ അവിടുത്തെ തന്നെ ഈ രാജ്യത്തെ തന്നെ സെൻസർ ബോർഡാണ് ഈ പടം റിലീസ് ചെയ്യാൻ അനുമതി കൊടുത്തതും. ഈ പടം ഇല്ലെങ്കിൽ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ ഈ പടം റിലീസ് ചെയ്യുമായിരുന്നോ? ചെയ്യില്ലല്ലോ. ചെയ്യാൻ പറ്റുമായിരുന്നോ? പറ്റില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന ഇതേ ഫാസിസ്റ്റ് സർക്കാർ തന്നെയാണപ്പാ ഈ പടം റിലീസ് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കാൻ സഹായിച്ചത്. അല്ല ശരി, അല്ല അപ്പൊ എന്തായിരുന്നു ഈ ബഹളമൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം? ഇപ്പൊ നോക്കൂ, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ശരി, സെൻസർ അനുമതി കിട്ടിയ സിനിമയാണ്, സെൻസർ ബോർഡ് ഇത്തരം രംഗങ്ങളിലൊന്നും ഒരു കട്ടും പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വിവാദം ഉണ്ടായ ആദ്യത്തെ ദിവസം സിനിമ കണ്ടിട്ടില്ല. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചത് ഈ സിനിമ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ വിമർശിക്കുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഈ കലാപത്തിന്റെ ഉത്തരവാദിത്വം അന്ന് ഭരിച്ച സർക്കാരിൽ ആരോപിക്കുന്ന സിനിമയായിരിക്കും. നിങ്ങളുടെ പാർട്ടിയെ അല്ലെങ്കിൽ പരിവാർ പ്രസ്ഥാനങ്ങളെ, അവരുടെ ചിഹ്നങ്ങളെ, പേരുകളെ, കൊടികളെ എന്തെങ്കിലുമൊക്കെ വിമർശനത്തിന് നിൽക്കുന്ന ചിത്രമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഈ സിനിമ 2002 ഇന്ത്യയിൽ എവിടെയെന്ന് പോലും പറഞ്ഞിട്ടില്ല, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു വർഗീയ കലാപം ചിത്രീകരിച്ചു എന്നതല്ലാതെ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കളെയോ ഒന്നും എവിടെയും സ്പർശിച്ചിട്ട് കൂടിയില്ല. അപ്പോ ഇന്ത്യയിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കി എന്ന് സിനിമ എടുത്താൽ അത് ഞങ്ങളെ കുറിച്ചാണ് എന്ന ഒരു നിലപാടിലായിരിക്കുമല്ലോ ഇതിന് എതിർത്തിട്ടുണ്ടാവുക, അല്ലേ? ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു, ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാവരുടെ കയ്യിൽ, എല്ലാവരും ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ള എല്ലാവരും ജേർണലിസ്റ്റുകളാകുന്ന കാലമാണ്. ഒരു അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് നിമിഷം കൊണ്ട് വൈറലാവുന്ന കാലമാണ്. പഴയ കാലമൊന്നും അല്ലാതെ. അങ്ങനെ ഓരോ വ്യക്തികൾക്ക് അവരവരുടേതായി ഇപ്പം പറയുന്നു, ഇപ്പം ഇതിനെ എതിർത്തുകൊണ്ടുള്ള ആ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിനും വലിയ പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട്, അതിനും വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി ലഭിക്കുന്നുണ്ട്. ഇത് എല്ലാ ഭാഗത്തും മതി. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ 10 പേർക്ക്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ അത് മോശമാണ് എന്ന് പറഞ്ഞ് വിമർശിക്കാനും എതിർപ്രചരണം നടത്താനുമുള്ള അവകാശവും ഈ രാജ്യത്തുണ്ട് അഭിലാഷേ. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, പ്രചരണം എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ല. അത് എല്ലാവർക്കുമുണ്ട്, എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. അതിൻ്റെ അകത്ത് അതിന് വളരെ വൈഡായിട്ടുള്ള, ഇപ്പൊ ഇതിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ നിങ്ങളിവിടെ ഇങ്ങനെ പലരുടെയും പേര് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു. ഇവിടെ സംഘപരിവാറോ ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളോ ഇതിനെതിരെ നിന്നിട്ടില്ല. എന്നാൽ ഇതിനെ എതിർക്കുന്നവരിൽ വലിയ ഒരു വിഭാഗം സംഘപരിവാർ അനുകൂലികളായിട്ടുള്ളവരുണ്ട്. ഇപ്പൊ MT രമേശ് ആരാ MT രമേശ്? നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആരാ? അല്ല, ഞാൻ വേണമെങ്കിൽ ഓരോ ആളുകളുടെയും പേരെടുത്ത് വേണമെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പറയാം. വേണ്ട, ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായ ഇപ്പോ അങ്ങനെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് തർക്കിക്കണ്ടല്ലോ. ഇല്ല, അല്ല, അതാ ഞാൻ പറഞ്ഞ, ഇതിൻ്റെ അകത്ത് വ്യക്തിപരമായ നിലപാടുകൾ എല്ലാവരും എടുത്തിട്ടുള്ളവര് പലരും അതിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പറയാതിരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന മാതിരി ഈ സിനിമയ്ക്കെതിരെയുള്ള, സിനിമയുടെ ഒരു നറേറ്റീവ് ബിൽഡപ്പിനെതിരെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അതൊരു അഭിപ്രായ പ്രകടനമാണ് എന്നുള്ളതാണല്ലോ താങ്കളുടെ അഭിപ്രായം. ഞാൻ അടുത്ത റൗണ്ടിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, കേരളത്തിൽ ഇടതു മുന്നണിയെയും കോൺഗ്രസിനെയും പ്രതിപാദിക്കുന്ന, വളരെ നിശ്ചിതമായി വിമർശിക്കുന്ന നേതാക്കളെ തന്നെ പോർട്രേ ചെയ്യുന്ന, അതും കരുണാകരനെയും നായനാരെയും അച്യുതാനന്ദനെയും ഒക്കെ കാണിക്കുന്ന, പലപ്പോഴും വില്ലൻ എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന സിനിമകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും മേക്കേഴ്സിന് മാപ്പ് പറയേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ ഒന്നും മേക്കേഴ്സിന് ആരോടെങ്കിലും ഞങ്ങളോട് പൊറുക്കണേ, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. അത് ഗുജറാത്ത് കലാപത്തോട് സാദൃശ്യമുള്ള ഒരു കലാപം പ്രമേയമായി വരുന്ന സിനിമയായതുകൊണ്ടുമാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സംഘപരിവാറിന് അല്ലെങ്കിൽ BJPക്ക് ഒരു നിയമസഭാ അംഗം പോലുമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു കലാസൃഷ്ടിക്ക് മുകളിൽ അങ്ങനെ ഒരു സ്വാധീനം ചെലുത്തി അതിൻ്റെ അണിയറ പ്രവർത്തകരെ കൊണ്ട് മാപ്പ് പറയിക്കാൻ മാത്രമുള്ള ശക്തി അവർക്കുണ്ട് എന്ന് നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കണമല്ലോ. ശ്രീ അഭിലാഷേ, യഥാർത്ഥത്തിൽ മഞ്ജു വാര്യർ സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഡയലോഗാണ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഈസ് എ ജോക്ക് ഇൻ ഇന്ത്യ എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ ആശയത്തിനെതിരായി പ്രതികരിക്കുന്നവരെ, ആശയത്തിനെതിരായി സംസാരിക്കുന്നവരെ, അവരെയെല്ലാം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ്. ഒന്നിക്കൽ അധികാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവരുടെ സംഘശക്തി ഉപയോഗിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ എമ്പാടും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാറിനെതിരെ തൂലിക എഴുതിയതിൻ്റെ പേരിൽ
ചലിപ്പിച്ചതിൻ്റെ പേരിൽ പുസ്തകം പോലും പിന്നെ എഴുതാതിരിക്കാൻ തക്ക രൂപത്തിലേക്ക് പിന്നെ സാഹിത്യകാരന്മാർ മാറിയ നാടാണ് ഇന്ത്യ എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമായ അനുഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കേരളത്തിൽ ഇത്തരത്തിലൊരു സിനിമ വന്നപ്പോൾ ഗുജറാത്തിൽ നടന്നത് വംശഹത്യയാണെന്നും അവിടെ ബാബു ബജറംഗി എന്ന് പറയുന്ന ഒരു തീവ്രവാദിയായ ഹിന്ദു തീവ്രവാദി ആ കൊലപാതകത്തിന് നേരിട്ട് നേതൃത്വം കൊടുക്കുകയും അവിടെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുകയും എല്ലാ കാര്യങ്ങൾ ചെയ്തു എന്ന് ഈ നാടോട് വിളിച്ചു പറഞ്ഞ ഒരു തീവ്രവാദിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്തപ്പോൾ സ്വാഭാവികമായും അത് RSSന് പൊള്ളി എന്നുള്ളതാണ്, സംഘപരിവാറിന് പൊള്ളി എന്നുള്ളതാണ്, BJPക്ക് പൊള്ളി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇതിനെ ഈ രൂപത്തിലേക്കുള്ള ക്രിറ്റിസൈസ് ചെയ്തത്. അതിൻ്റെ പിന്നെ അണിയറ പ്രവർത്തകന്മാർക്കെതിരെ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടവർക്കെതിരായി വലിയ രൂപത്തിലുള്ള കുരിശുയുദ്ധം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയി. സോഷ്യൽ മീഡിയയിൽ അത് ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ അവരുടെ ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അവരുടെ ED എന്ന് പറയുന്നത്, അതോ IT എന്ന് പറയുന്നത്, ചിലപ്പോൾ NIA ഉൾപ്പെടെ, കാരണം പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വിദേശ ബന്ധം കൂടി പിന്നെ ഇതിനകത്ത് പിന്നെ യുവമോർച്ചയുടെ നേതാക്കന്മാർ ആരോപിക്കുന്ന വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിലൊരു കാര്യം പറയാനുള്ളത്, ഇത് പിന്നെ മോഹൻലാലും മുരളി ഗോപിയും പൃഥ്വിരാജും അതോടൊപ്പം തന്നെ ആളുകൾ അതിൻ്റെ പുറകിൽ, പക്ഷേ ഇതിനകത്ത് നമ്മുടെ ദുൽഖർ സൽമാനോ ആസിഫ് അലിയോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലോ ഒക്കെ വന്നെങ്കിൽ ഇവരുടെ വീടിൻ്റെ പടിക്കലേക്ക് EDയും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സും ഒക്കെ മാർച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് പോലും സംഘപരിവാറിൻ്റെ പിന്നുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വേദികളിലും പങ്കെടുക്കുന്ന ആളുകൾക്കെതിരായി ഇത്തരത്തിൽ അവർ കടന്നാക്രമണം നടത്തിയിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ മാപ്പ് പറയുന്നു എന്നുള്ളതാണ്. ശ്രീ മോഹൻലാലിനെ പോലെ ഒരു മഹാനടൻ ഈ RSSൻ്റെ ഈ തിട്ടൂരത്തിന് മുമ്പിൽ ഭയപ്പെട്ട് മാപ്പ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സർവർക്കർ പോലും നാണിച്ചു പോകുന്ന അവസ്ഥയിലാണ്. സംഘപരിവാറിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തൻ്റെ നട്ടെല്ല് പണയം വെക്കേണ്ട ആവശ്യം കേരളത്തിൽ മോഹൻലാലിനില്ല. മോഹൻലാലിൻ്റെ പടം, പൃഥ്വിരാജിൻ്റെ പടം ഈ നാട് നെഞ്ചേറ്റിയ ഒരു പടമാണ്. ഇതിനകത്ത് ജാതിമത ചിന്തകൾക്ക് അതീതമായി ആ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനേക്കാളും വലിയ ഒരു ഖേദപ്രകടനം നടത്തേണ്ടി വന്നു എന്നുള്ളത് ഒരു വർത്തമാനകാല ഇന്ത്യൻ യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുന്നതല്ലേ മോഹൻലാലിനെ റദ്ദാക്കുന്നതിനേക്കാൾ ഉചിതം? ആരോടാണ് ഈ ഫൈറ്റ്? അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? ഒരു മൈറ്റി സ്റ്റേറ്റും സ്റ്റേറ്റിന്റെ അപ്പാരറ്റസുകളും അതിന്റെ ഏജൻസികളും ഡീപ് സ്റ്റേറ്റും അപ്പാടെയാണ്. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു വ്യക്തി നടത്തുന്ന പോരാട്ടം എന്നുള്ളതിന് അപ്പുറത്ത് നിൽക്കുന്നത് എന്താണ് എന്നുള്ള ബോധ്യം കൂടി നമുക്ക് വേണ്ടേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അത്രയും നട്ടെല്ല് വളക്കണമെങ്കിൽ ഈ സിനിമ എടുക്കണ്ടല്ലോ. ഈ സിനിമയുമായി പ്രമേയവും ഇതിൻ്റെ പ്രമേയവും അതുമായി ബന്ധപ്പെട്ട പ്രിവ്യൂവും ഒക്കെ അഭിനയവും ഇതിൻ്റെ സംവിധാനവും ഒക്കെ ഇവർക്കൊക്കെ നന്നേ ബോധ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത്തരം ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള ബോധം അവർക്കുണ്ടെങ്കിൽ അവർ പിന്നെ സിനിമ എടുത്തതിന് ശേഷം ഇത്രയേറെ ചർച്ച ചെയ്യാൻ ശേഷം അത് കട്ട് ചെയ്യാനും മാപ്പ് പറയാൻ പോകണോ? അത്ര നട്ടെല്ല് ഈ സിനിമ എടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തെല്ലാം പ്രമേയമുണ്ട്. RSSനെയും സംഘപരിവാറിനും ഭയമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അതിനകത്ത് മാപ്പ് പറയേണ്ട ആവശ്യം? അങ്ങനെയാണ് കാര്യം പറയാനുള്ളത്. കോൺഗ്രസുമായി ജയിക്ക് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിൽ ഇതുവരെയുള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിയ പടമാണ്. അപ്പോ മോഹൻലാലിന്റെ തന്നെ നിർമ്മാണ പങ്കാളിത്തമുള്ള ആശീർവാദ് സിനിമാസിന് കൂടി പങ്കാളിത്തമുള്ള കമ്പനിയാണ്. അപ്പോ സ്വന്തം കയ്യിലെ പണം മുടക്കി മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമ എടുത്തിട്ട് സ്വന്തം ലൈഫ് റിസ്ക് ചെയ്ത് ഇതുപോലൊരു പ്രമേയം മലയാളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കലാകാരന്മാർ പൃഥ്വിരാജും മോഹൻലാലും കൈകാര്യം ചെയ്തു. ശരി, കടുത്ത സാമൂഹ്യ സമ്മർദ്ദത്തിൽ അവർക്ക് മാപ്പ് പറയേണ്ടി വന്നു എന്നുള്ളതല്ലാതെ സിനിമ പിൻവലിച്ചിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ പറ്റുകയുമില്ല. അപ്പൊ അവര് സ്വന്തം ഇതുവരെയുള്ള സമ്പാദ്യം സ്വരുക്കൂട്ടി മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു പണം എടുക്കുമ്പോ അവരെ ഈ പ്രമേയം ഇന്ത്യൻ മുഖ്യധാരയിൽ വേറെ ഏത് മുഖ്യധാര സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട്? സമാന്തര സിനിമകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതല്ലാതെ മുഖ്യധാര സിനിമ കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ത്യൻ മുഖ്യധാരയിൽ ഇങ്ങനെ ഒരു സിനിമ, കൊമേഴ്ഷ്യൽ സിനിമ ഈ വിഷയം കൈകാര്യം ചെയ്തതിനെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ അഭിനന്ദിച്ചല്ലോ, ഞങ്ങൾ അതിന് പൂർണ്ണ സപ്പോർട്ട് ചെയ്തല്ലോ. ഈ സിനിമയുടെ ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിനകത്ത് അതിശക്തമായ ഒരു പിന്തുണ നമ്മൾ കൊടുത്തല്ലോ. ഇത് സാമൂഹ്യ സമ്മർദ്ദമല്ല. എന്ത് സാമൂഹ്യ സമ്മർദ്ദം? സംഘപരിവാരത്തിന്റെ തീവ്രവാദികൾ പിന്നെ ഒരു സിനിമക്കെതിരായി ഇത്തരത്തിലുള്ള പ്രചാരവേല നടത്തുമ്പോൾ അത് സാമൂഹ്യ സമ്മർദ്ദമാണോ? സംഘപരിവാറിനെ നമ്മുടെ സാമൂഹ്യ സംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. സകല ഏജൻസികളും ഉണ്ട് എന്നുള്ളത് ആദ്യം പറഞ്ഞതാണല്ലോ. അതല്ലേ പ്രതീഷ് വിശ്വനാഥൻ ആദ്യം പോസ്റ്റ് ഇട്ടപ്പോ തന്നെ പറഞ്ഞത് ഏജൻസികളെ കുറിച്ചാണ്. അല്ല, അതെ ഞാൻ പറഞ്ഞു. ആ ഏജൻസികളെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കലാകാരൻ മോഹൻലാലിനെ പോലെ പൃഥ്വിരാജിനെ പോലെ ഒരു കലാകാരന്മാർക്കെതിരായി അത്തരത്തിലുള്ള നിലപാടുമായി ഈ BJPയുടെ ഉമ്മാക്കിയുമായി ഈ EDയും അതോടെ BDയൊക്കെ വന്നാൽ ഈ നാട് അവരുടെ ഒപ്പം നിൽക്കില്ലേ? മോഹൻലാലിനെയും പൃഥ്വിരാജും നെഞ്ചേറ്റില്ലേ? അവർക്ക് വേണ്ടി തെരുവിലിറങ്ങില്ലേ? അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കേരളത്തിൽ പറ്റുമോ? ഇതെന്താ ഉത്തർപ്രദേശോ, ഇതേതാ UPയോ, അല്ലെങ്കിൽ ഇത് ഗുജറാത്താണോ? ഇത് മഹാരാഷ്ട്രയാണ്, ഇത് കേരളല്ലേ? ഇത് മതനിരപേക്ഷതക്ക് പേരുകെട്ട നാടല്ലേ? അങ്ങനെ ഇവർ ഭയപ്പെടുത്തിയാൽ അങ്ങ് ഭയപ്പെട്ടു പോവോ? അങ്ങനെ ഭയപ്പെട്ടു പോകുന്ന നാടാണ് കേരളം. കേരളത്തിലെ നടനല്ലേ മോഹൻലാല്?
മോഹൻലാൽ ഇക്കാലം അത്രയും പിന്തുണച്ചത് സംഘപരിവാറും RSS ആണോ? ആണല്ലോ. ഈ നാട്ടിലെ മലയാളി പ്രേക്ഷകരാണ് മോഹൻലാലിനെയും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടന്മാർക്ക് പിന്തുണ കൊടുത്തത്. ആ നാട്ടിനകത്ത് അവർക്ക് അന്തസ്സോടുകൂടി, നട്ടലോടുകൂടി, ആർജവത്തോടുകൂടി ഈ സിനിമയെ മുമ്പോട്ട് പോയി ഒരു ചുക്കും ചെയ്യാൻ ഈ സംഘപരിവാർ സാധിക്കില്ല. അതിന്റെ മുമ്പിൽ, പോരാട്ടത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങൾ അവരോടൊപ്പം ഉണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ അതിന്റെ പേര്, സമ്മർദ്ദത്തിന്റെ പേരിൽ വല്ലാതെ ഭയപ്പെടുന്ന രൂപത്തിലേക്ക് മോഹൻലാലിനെ പോലെ അത് ഷെയർ ചെയ്ത് പൃഥ്വിരാജ് മാറി എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ വ്യക്തിത്വത്തിന് അവർ കോട്ടം സംഭവിച്ചു എന്നുള്ളതാണ്. ഈ സിനിമ എടുത്തതിൽ ഇത്തരത്തിൽ ആർജവത്വത്തോടുകൂടി ആ സിനിമ എടുക്കാൻ കാണിച്ച ചങ്കൂറ്റത്തെ ആർജവത്വത്തോടുകൂടി ഈ കേരളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി പൃഥ്വിരാജിനെയും മോഹൻലാലിന്റെയും ഈ മുരളി ഗോപിയുടെ ഉൾപ്പെടെയുള്ള പിറകിൽ ഈ നാട് നിന്നിട്ടില്ലേ? ആരാണ് ഇവർ തള്ളി പറഞ്ഞത്? ഈ സംഘപരിവാർ ഉൾപ്പെടെയുള്ള ആളുകളല്ലാതെ ആരെങ്കിലും ഇവർക്കെതിരായി വന്നിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ അന്തസ്സോടുകൂടി, നട്ടലോടുകൂടി നിന്നാൽ ഈ കേരളം ഈ സിനിമയെ അവരെടുത്ത മുതൽ മുടക്കിനേക്കാൾ എത്രയോ കോടിക്കണക്കിന് രൂപയ്ക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് ഈ നാട് ആ സിനിമയെ നെഞ്ചേറ്റുമായിരുന്നു. ഒരു തർക്കോഭിലാഷം വേണ്ട. ശരി, അവിടെ ഞാൻ ഇടപെടുകയാണ്. BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. പക്ഷേ ജെയ്ക്സ് തോമസ്, ഇവിടെ പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും മറ്റണിയറ പ്രവർത്തകരെയും അവർ ഖേദം പ്രകടിപ്പിച്ചു എന്നതിന്റെ പേരിൽ റദ്ദാക്കി കളയേണ്ട കാര്യമുണ്ടോ? ഇന്ത്യൻ മുഖ്യധാരയിൽ ഒരു സംവിധായകനും ഒരു നടനും ഇതുപോലൊരു റിസ്ക് ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. ഞാൻ പറയുന്നത് മെയിൻ സ്ട്രീമിനെ കുറിച്ചാണ്, ഒരുപാട് പണം മുടക്കി ചെയ്യുന്ന പടങ്ങളെ കുറിച്ചാണ്. അതല്ലാതെ ഈ പ്രമേയമായിട്ടുള്ള ധാരാളം സിനിമകൾ, നമ്മുടെ TV ചന്ദ്രന്റെ സിനിമ മുതൽ രാഹുൽ ധോലാക്കിയുടെ സിനിമ വരെ ഉണ്ടായിട്ടുണ്ട് ഗുജറാത്ത് കലാപം പരാമർശിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ മുഖ്യധാരയിൽ വലിയ പണം മുടക്കുള്ള സിനിമകളിൽ ഇങ്ങനെ ഒരു പ്രമേയം വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്നുള്ളത് വസ്തുതയാണ്. കടുത്ത സമ്മർദ്ദത്തെ അതിജീവിച്ച് അവർ ഇപ്പോഴും ആ സിനിമ പ്രദർശിപ്പിക്കുകയാണ്. ആ സിനിമയ്ക്ക് വലിയ ആൾക്കൂട്ടവും ഉണ്ടാവുന്നുണ്ട്. ഈ വേള ആ സിനിമയുടെ മേക്കേഴ്സിനെ റദ്ദാക്കി കളയാനുള്ള അവസരമായിട്ടാണോ ഉപയോഗിക്കേണ്ടത്? ഒരിക്കലുമല്ല. എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു അക്ഷരാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ അഭിപ്രായത്തോട് ഇപ്പോൾ ഞാനതിനൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള എല്ലാ വാദമുഖങ്ങളെയും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ട്. ഈ ഇത്തരം എമ്പുരാൻ സിനിമയെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ കേരളത്തിന്റെ ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരി, സെക്യുലർ ഫാബ്രിക് തമ്മിലടിക്കുകയല്ല വേണ്ടത്. നമ്മൾ വർഗീയതയെ, മോഹൻലാലിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച, പൃഥ്വിരാജിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച, ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് പരിമിതികളോടുകൂടെയെങ്കിലും വലിയ സംഭാവന നൽകിയ ഈ എമ്പുരാൻ സിനിമയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയവാദികളെ തുരത്തി ഓടിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനിടയിൽ വന്ന് എന്തുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചു, പേടിയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചലച്ചിത്ര സൃഷ്ടിക്ക് നിൽക്കേണ്ടതുണ്ടായിരുന്നോ എന്ന അഭിപ്രായം മതനിരപേക്ഷ ചേരിയെ അല്ല, ചലച്ചിത്ര സൃഷ്ടിയുടെ വിശാലമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ അല്ല സഹായിക്കുക. അത് സഹായിക്കുക അതിനെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വർഗീയതയാണ് എന്ന തിരിച്ചറിവ് കോൺഗ്രസ് പ്രതിനിധിക്ക് മാത്രമല്ല, സെക്യുലറായി ഇന്ത്യയും കേരളവും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞു, അതൊരു അനിഷ്ടകരമായ യാഥാർത്ഥ്യമാണ്, അപ്രിയമായ സത്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ ഒരണു കൊണ്ട് പോലും, ഒരംശം കൊണ്ട് പോലും ഈ സിനിമയുടെ സൃഷ്ടികർത്താക്കളെ തള്ളിക്കളയാൻ കഴിയില്ല. എന്താണ് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി? മുമ്പൊരിക്കൽ OV വിജയൻ എഴുതിയിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. തലപോകുന്ന കാലയളവിൽ തലമുടിയെ കുറിച്ച് സംവദിക്കാൻ പാടില്ല. ഈ ചലച്ചിത്രം നിർമ്മിച്ചു എന്നതിന്റെ പേരിൽ RSSന്റെ സമാനതകളില്ലാത്ത അക്രമം ഏറ്റുവാങ്ങേണ്ട വരുമ്പോൾ അതിന് മുമ്പിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാലിനെ, എമ്പുരാൻ സിനിമയുടെ ചലച്ചിത്ര സൃഷ്ടാക്കളെ ഒരു വാക്കുകൊണ്ട് പോലും തള്ളിപ്പറയാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? കാരണം നമ്മളുടെ മുമ്പിൽ പാൻ ഇന്ത്യൻ എന്ന അനുഭവത്തിന്റെ മുമ്പിൽ മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മുമ്പിൽ ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യൻ ഗ്രാമനഗരാന്തരങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വിജയകരമായി പ്രദർശനം തുടരുകയാണ്. കേരളം മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ സേഫ് സോണാണ് പരിമിതികളോട് കൂടെയെങ്കിലും. പക്ഷെ കേരളം വിട്ടാൽ, വാളയാർ ചുരവും മഞ്ചേശ്വരവും വിട്ട് നമ്മൾ പുറത്തേക്ക് പോയാൽ കാണുന്ന യാഥാർത്ഥ്യം എന്താണ്? മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ, ആന്ധ്രയിൽ, തെലങ്കാനയിൽ, കർണാടകയിൽ എത്ര യാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ കാണുന്നത്? ആ പ്രേക്ഷകരുടെ കൂടെ മുമ്പിലേക്കാണ് ബാബു ബജരംഗിയെ, ഗർഭിണിയെ തീയോടെ കൂടെ ചുട്ടിയെടുത്ത് കൊല്ലാൻ, ഭ്രൂണത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന ഗുജറാത്ത് കലാപത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച മായ കോട്നാനി, നരോദിയ പാട്ടിയ, ഇത്തരത്തിൽ ഇന്ത്യൻ വർഗീയത നടത്തിയ ഏറ്റവും നൃശംസതകളുടെ ഒരു അനുഭവങ്ങളെ കരുത്തോടുകൂടി ഓർമ്മിച്ചെടുക്കുകയാണ്. ആങ്കർ നിർബന്ധമായും ഓർമ്മിക്കുന്നുണ്ടാകും. മുമ്പൊരിക്കൽ ആദരണീയനായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച, എന്താണ് മിലൻ കുന്ദര എന്ന പണ്ഡിതന്റെ മറുപടി? കുന്ദര പറയുന്നു, ദ സ്ട്രഗിൾ ഓഫ് മെമ്മറീസ് അഗൈൻസ്റ്റ് ഫോർഗെറ്റ്ഫുൾനെസ്, മറവികൾക്കെതിരെ ഓർമ്മകൾ നടത്തുന്ന നിതാന്ത സമരത്തിന്റെ പേരാണ് രാഷ്ട്രീയമെന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിൽ പിന്നീടെത്തിയ പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്ന മിലൻ കുന്ദരയുടെ പ്രസിദ്ധമായ വാചകങ്ങളാണ്. 2025 പുതിയ പളവളപ്പിന് മുമ്പിൽ, ജെൻസിയുടെയും ആൽഫ ഒമേഗയുടെയും ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പൃഥ്വിരാജും മോഹൻലാലും അടങ്ങുന്ന വലിയൊരു സംഘം
ഇന്ത്യൻ വർഗീയത എങ്ങനെ അധികാരത്തിലെത്തി എന്ന് ചോദിച്ചാൽ നിരപരാധികളെ കൊന്നുകളഞ്ഞുകൊണ്ടാണ്. മതവ്യത്യാസമില്ലാതെ ഗൗരി ലങ്കേഷിനെ, MM കൽബുർഗിയെ, ഗോവിന്ദ് പൻസാരയെ, ഗ്രഹാം സ്റ്റെയിൻസിനെ, പിഞ്ചും കുഞ്ഞുങ്ങളായ ഫിലിപ്പിനെ, തിമോത്തിയെ, സുനിത വില്യംസിന്റെ ബന്ധുവായിരുന്ന ഹരേൻ പാണ്ഡ്യയെ, ജസ്റ്റിസ് ലോയെ, ഹിന്ദു നാമധാരികളായ തങ്ങൾക്ക് അനഭിമിതരെന്ന് തോന്നിയ മുഴുവൻ നിരപരാധികളെയും കൊന്നുകളഞ്ഞ രക്തപങ്കിലമായ ചരിത്രമാണ് ഇന്നത്തെ ഇന്ത്യൻ വർഗീയതയ്ക്കുള്ളത് എന്ന് സിനിമയിലൂടെ ഓർമ്മിപ്പിച്ചു. ആരോർമ്മിപ്പിച്ചു? ഏത് വിയോജിപ്പുകൾക്കിടയിലും മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ അടങ്ങുന്ന എമ്പുരാന്റെ വലിയ ചലച്ചിത്ര സൃഷ്ടാക്കളായ സംഘം, അവരോട് നമുക്ക് കടപ്പാടുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷ ചേരി, ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക് നിർബന്ധമായും എമ്പുരാൻ സിനിമയുടെ കൂടെയാണ്, അവരോട് കടപ്പെട്ടിരിക്കും. അവിടെ ഒരു ഖേദം പ്രകടിപ്പിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ഇവരെ തള്ളിപ്പറയാൻ പാടില്ല. കോൺഗ്രസ് പ്രതിനിധിയോട് ചുരുങ്ങിയ വാചകത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, മോഹൻലാലും പൃഥ്വിരാജും ഇപ്പോഴും നമ്മുടെ മുമ്പ് ആങ്കർ സൂചിപ്പിച്ച മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതേപോലെ തന്നെ മറ്റ് മതനിരപക്ഷവാദികളെയും കൊന്നുകളയണമെന്ന് പുസ്തകം എഴുതിയ ആളുടെ മുമ്പിൽ ജന്മദിന വാർഷികം ആഘോഷിക്കാൻ കുനിഞ്ഞു നിന്ന് നിലവിളക്ക് കൊളുത്തിയിട്ടില്ല മോഹൻലാലും എമ്പുരാന്റെ ചലച്ചിത്ര സൃഷ്ടാക്കളും. കോൺഗ്രസ് പ്രതിനിധി അത്രയുമെങ്കിലും ആലോചിക്കേണ്ടിയിരുന്നു അതിനെ തള്ളി പറയുന്നതിന് മുമ്പ് എന്നാണ് വിനീതമായി ഒരു കാര്യം ഈ പറയുന്ന ശ്രീ അഭിലാഷേ, ഈ പറയുന്ന ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് RSSന്റെ ഭയപ്പെടുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ആ ഭയപ്പെടുന്ന രാഷ്ട്രീയം ഈ സിനിമയുടെ കേരളം നെഞ്ചേറ്റിയ ഒരു സിനിമക്കകത്ത് ഒരു തരത്തിലൊരു ഖേദപ്രകടനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മോഹൻലാലിന് പൃഥ്വിരാജ് തള്ളിപ്പറയാൻ ആഗ്രഹിച്ചു. അതിന്റെ ഇടയിൽ വന്ന് ഈ രാജ്യത്തിനകത്ത് സംഘപരിവാറിന്റെ കാവിക്കോണകവും ചെങ്കൊടിയും കൂട്ടിക്കെട്ടി ഭരിച്ച നിങ്ങൾ കോൺഗ്രസിനെ RSS വിരുദ്ധ പഠിപ്പിക്കണ്ട കേട്ടോ. അതിന്റെ അത് കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോ എടുക്കുന്ന AKG സെന്ററിന് കാവി അടിച്ചുകൊണ്ട് നിങ്ങൾ ഫാസിസം വന്നിട്ടില്ല ഈ രാജ്യത്ത്. കോൺഗ്രസിനെ RSS വിരുദ്ധ പഠിപ്പിക്കണ്ട. എനിക്കില്ല. ശരി, അത് ഇവിടെ അതല്ല വിഷയം. ശ്രീ ഉല്ലാസ് ബാബു, ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഒരു ചെറിയ ചോദ്യത്തിൽ തുടങ്ങാം. ഇപ്പോൾ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു. അത് ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും ഗോകുലനും അടക്കം ഷെയർ ചെയ്തു. 17 കട്ടുകൾ ഈ സിനിമയ്ക്ക് വരുത്താമെന്ന് സമ്മതിച്ചു. അത് സെൻസറിന് അയച്ച് അടുത്ത വ്യാഴാഴ്ച മുതൽ പുതിയ പതിപ്പായിരിക്കും പ്രദർശനത്തിന് വരിക. അപ്പോൾ പ്രശ്നം അവിടെ തീരേണ്ടതല്ലേ? അതിനുശേഷവും ഓർഗനൈസർ പൃഥ്വിരാജിനെ രാജ്യദ്രോഹിയാക്കിക്കൊണ്ടുള്ള ലേഖനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നേതാക്കളുടെ പ്രതികരണവും ആ മട്ടിൽ വന്നേക്കാം. ഇത് അവസാനിപ്പിക്കുകയല്ലേ, തുടരുകയാണോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അഭിലാഷ്, എന്താണ് യഥാർത്ഥ വിഷയം? BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, സിനിമയെ സിനിമയായി കാണണമെന്നും സിനിമ ശൈലിയെ കാണണമെന്നും BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് കാണണ്ട എന്ന് തീരുമാനിക്കുന്നവർക്ക് കാണണ്ട എന്നുള്ള തീരുമാനത്തിനുള്ള അവകാശമുണ്ട്. അതിനെ വിമർശിക്കണമെന്ന് തീരുമാനിക്കുന്നവർക്ക് അത് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു വഴിക്ക് വണ്ടി ഓടിക്കുന്നതല്ലല്ലോ. അത് കാണുന്നവനും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഇതിൻ്റെ അകത്തെ യഥാർത്ഥ രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ അകത്തെ യഥാർത്ഥ ബിസിനസ്? ഇതിൻ്റെ പുറകിൽ ഈ വിവാദം ഉണ്ടാക്കിയത് എന്താണ്? ഇത് ഓൾറെഡി വെന്റിലേറ്ററിൽ കിടക്കുന്ന ICUയിൽ കിടക്കുന്ന സിനിമയാണ്. ഈ ICUയിൽ കിടക്കുന്ന സിനിമയെ വെന്റിലേറ്ററിലിട്ട് വിവാദം ക്രിയേറ്റ് ചെയ്തല്ലാതെ ഇത് പൊന്തില്ല എന്ന് ഇതിന്റെ പിന്നണി അറിയാം. ഇവർക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്തും അറിയാം ഇത് പൊന്താൻ പോണ വണ്ടിയല്ല എന്ന്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ കുറച്ച് മാധ്യമപ്രവർത്തകരൊക്കെ ഇന്നലെ മുതലാണ് ഇത് ചർച്ച ചെയ്യാൻ. വിവാദത്തിന്റെ തിരികൊളുത്തെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ബെനിഫിഷ്യറീസ് മാധ്യമങ്ങൾ തന്നെയാണെന്നേ. മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസറും ഇതിന്റെ സംവിധായകരും മാത്രമാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ്. എന്താ, ഗോപാലൻ ആദ്യമായിട്ടാണോ മലയാള സിനിമയിൽ ഒരു സിനിമ ഏറ്റെടുക്കുന്നത്? ലൈക്ക പിന്മാറുന്നു, ഗോപാലൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് രക്ഷകനെ പോലെ നിങ്ങളൊരു വാർത്ത ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രതലത്തുണ്ടാക്കി ആദ്യം തുടങ്ങി നിങ്ങൾ ഇതിന്റെ മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയപ്പെടുന്നത്. പിന്നീട് നിങ്ങൾ ഇന്ന് ഈ ചർച്ച കൊണ്ടുവരുമ്പോഴും എല്ലാം സംഘപരിവാറിലേക്കും BJPയിലേക്കും ഈ വിഷയത്തെ കൊണ്ടെത്തിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? നോക്കൂ, ഒരു പ്രേക്ഷകനെ ഇതിനെ ഇഷ്ടമില്ല എങ്കിൽ, കണ്ടന്റ് ശരിയല്ല, അവകാശം പ്രേക്ഷകനുണ്ടെന്നേ. ആ പ്രേക്ഷകന്റെ ഈ സമൂഹത്തിനകത്ത് സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, അത് ഉണ്ടാക്കിയ വ്യക്തിയുടെ തലച്ചോറിന്റെ ക്രിമിനൽ സ്വഭാവം തന്നെയാണ്. ഇത് വിവാദത്തിലേക്കാക്കണമെന്നും തർക്കിക്കണമെന്നും 2ആയും 4ആയും 8ആയും 16ആയും പകുത്ത് ജനങ്ങൾ തമ്മിൽ തല്ലിയാലും കുഴപ്പമില്ല, എന്റെ പോക്കറ്റിലേക്ക് പൈസ കിട്ടിയാൽ മതി എന്ന ഒരു കൃത്യമായ കുശാഗ്ര ബുദ്ധി ഇതിന്റെ പുറകിലുണ്ട്. ഇന്നലെ
എന്താ അഭിലാഷേ? പറഞ്ഞു ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല. കൃത്യമായ ബുദ്ധിയില്ലേ? ഇന്നലെ തന്നെ ഈ സാധനം എന്തിനാണ് ഞാൻ ചോദിച്ചോട്ടെ, ഇതിൽ കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാ അവർ വെട്ടാൻ രണ്ടാമത് നിർമ്മാതാവ് തയ്യാറാകുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് വെട്ടാൻ തീരുമാനിക്കുമ്പോഴും ഇവരുടെ ബുദ്ധി എന്താണ്? ഈ വിവാദങ്ങൾ ഉണ്ടാക്കി അത് ബോക്സ് ഓഫീസിലേക്ക് കൂടുതൽ ആളെ കയറ്റി റംസാൻ ഒന്ന് കടത്തിവിടണം. ഒരാഴ്ച മാത്രം ജീവനുള്ള ഈ സിനിമയെ വിവാദങ്ങളിൽ ഉണ്ടാക്കി തമ്മിൽ തല്ലിയാലും കുഴപ്പമില്ല, ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചാലും കുഴപ്പമില്ല, വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എന്റെ പണം ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയപ്പെടുന്ന ഉദ്ദേശം ഇതിന്റെ പുറകിലുണ്ട്. ചർച്ച ചെയ്തില്ല. ഇതിന്റെ മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായി ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിന്റെ ചോര ഊറ്റി കുടിക്കുന്ന വ്യക്തികളാണ് ഇതിന്റെ സംവിധായകരും ഇതിനകത്ത് അതിന്റെ മറ്റു എല്ലാ ആളുകളും എന്നുള്ളത് എന്താണ് തെറ്റുള്ളത്? 2 ഇന്ത്യൻ സൂപ്പർ സ്റ്റാറുകളുടെ സൽമാൻ ഖാന്റെ റിലീസ് ഉണ്ട്, വിക്രമിന്റെ റിലീസ് ഉണ്ട്. ഇന്ന് സൺഡേ ആണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിയില്ലാതെ അവധി ദിനത്തിലിരിക്കുന്ന ദിവസം. ഈ ദിവസം നോക്കൂ, ബുക്ക് മൈ ഷോയിൽ മാത്രം 3.25 ലക്ഷം ടിക്കറ്റാണ് ഈ ഒരു സിനിമയ്ക്ക് ഇറങ്ങിയത്. ഇതിന്റെ പകുതി ടിക്കറ്റ് വിറ്റുപോയിട്ടില്ല സൽമാൻ ഖാന്റെ സിക്കന്ദറിന്. അതിന്റെ അത്രയും പോലും ടിക്കറ്റ് വിറ്റുപോയിട്ടില്ല വിക്രമിന്റെ സിനിമയ്ക്ക്. ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം ഈ ഇന്ത്യ മഹാരാജ്യത്ത്, കേരളത്തിലല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയിട്ടുള്ള ബുക്കിംഗ് നടന്നിട്ടുള്ള സിനിമയാണ് എമ്പുരാൻ. എന്ന് മാത്രമല്ല, മലയാള സിനിമയുടെ ഇന്നോളമുള്ള ചരിത്രത്തിൽ 48 മണിക്കൂർ കൊണ്ട് ഒരു സിനിമ 100 കോടി കളക്ഷൻ ഗ്രോസ് നേടിയിട്ടില്ല. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന സിനിമ ഈ സിനിമ മാറാണ്. നിങ്ങളത് വെന്റിലേറ്ററിലാണ്, ഇതിപ്പോ വീഴും, ഒരാഴ്ചയെ ഗ്യാരണ്ടി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയാണ് ഈ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന സിനിമ. അല്ല അഭിലാഷേ അത് അഭിലാഷിന്റെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. അഭിലാഷ് അതിനെ നോട്ടുന്ന വേറെ രീതിയിൽ നോക്കുന്നത്. ഇത് തന്നെയാണ് അതിന്റെ സംവിധായകനും ഇത് തന്നെയാണ് അതിന്റെ നിർമ്മാതാവും ഉദ്ദേശിച്ചത്. തമ്മിലടിപ്പിച്ചുകൊണ്ട് വിവാദമുണ്ടാക്കിക്കൊണ്ട് അതിനകത്ത് അനാവശ്യമായ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ വിവാദവും പുകച്ചുകൊണ്ട് ഈ നാടിനകത്ത് പൈസ അവനവന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവരണമെന്ന കൃത്യമായിട്ടുള്ള ഇന്റൻഷൻ എന്താണ്? ഈ ജനങ്ങളെ തമ്മി തല്ലിച്ചിട്ടായാലും വേണ്ടില്ല, എന്റെ പണം എന്റെ പോക്കറ്റിലേക്ക് വരണം, അതെനിക്ക് കോടികൾ സമ്പാദിക്കണം എന്നുള്ള നിങ്ങളല്ലേ വിവാദം ഉണ്ടാക്കിയത്. മോഹൻലാലിനും പൃഥ്വിരാജിനും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജയനന്ദകുമാറും കെ പി ശശികലയും താഴെ തട്ടിലെ സംഘപരിവാറുകാർ വരെ വിവാദം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ലേ വിവാദം ഉണ്ടാക്കിയത്? വേറെ ആരെങ്കിലും ആണോ? മാധ്യമങ്ങളാണോ? ആരുമല്ല. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയേക്കാം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ റിജിൽ മാക്കുറ്റി, ബാബു ബജ്രംഗിയുടെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ തെഹൽക്ക പുറത്തുവിടുന്നത് 2007 ഇത്രയും വർഷം കഴിഞ്ഞു. ഇപ്പൊ പുതിയ തലമുറയ്ക്ക്, അല്ലെങ്കിൽ ആ തലമുറയിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ പേരിപ്പോൾ പരിചിതം പോലുമല്ല. ആ ബാബു ബജ്രംഗിയുടെ പേര് വീണ്ടും, അയാൾ എന്താണ് ചെയ്തത്, അയാളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്നവർ എന്താണ് ചെയ്തത് എന്ന് രാജ്യത്തിന് ഒരിക്കൽ കൂടി അന്വേഷിക്കാൻ യൂട്യൂബിൽ ഒക്കെ ഇയാളുടെ സ്വന്തം വീഡിയോ പരതി പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മറവിയിൽ ചാരം മൂടി കിടന്നിരുന്ന കുറേ കാര്യങ്ങൾ അതിന്റെ തെളിമയിലേക്ക് വന്നത് ഈ സിനിമ ഉണ്ടായതുകൊണ്ടാണ്. ആ സിനിമ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 17 സീൻ വെട്ടിയാലും ഇതിന്റെ സെൻട്രൽ തീം തന്നെ ഇയാളോടുള്ള പ്രതികാരമാണ് എന്നുള്ളതുകൊണ്ട് സിനിമ ആകപ്പാടെ മാറ്റാനൊന്നും കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് ഈ സിനിമ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള സിനിമയായി ഇനി അങ്ങോട്ടുള്ള കാലത്ത് നിലനിൽക്കുകയും ചെയ്യും, വേറൊന്ന് വരുന്നത് വരെയെങ്കിലും ഏറ്റവും കുറഞ്ഞത്. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ ഈ സിനിമയെ ദുർബലപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും സിനിമയെ ദുർബലപ്പെടുത്തുന്നില്ലല്ലോ. അങ്ങനെ ദുർബലപ്പെടുത്തേണ്ടത് സംഘപരിവാർ മാത്രമല്ല ദുർബലപ്പെടുത്താനുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോയത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സിനിമ വന്നപ്പോൾ ഈ നാട് നെഞ്ചേറ്റിയതാണ്. ഇപ്പോൾ വെന്റിലേറ്റർ കിടക്കുന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ ഈ സിനിമ കാണുന്നതിന് വേണ്ടി സംഘപരിവാരത്തിന്റെ ആളുകൾ തന്നെ, ഉത്തരവാദപ്പെട്ട ഇവരുടെ നേതാക്കന്മാർ തന്നെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട്, പാലക്കാടിലെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട്, തിയേറ്ററിന് മുമ്പിൽ പോയി ഫോട്ടോ ഇട്ട്, അതിനുശേഷമാണ് സിനിമ കണ്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് എന്താണ് ഇത്. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഗോമൂത്രത്തിൽ ചാലിച്ച നല്ല ചാണകമാണ് എന്ന് കരുതിയാ പോയത്. നോക്കുമ്പോൾ നല്ല ബീഫ് ഫ്രൈ ആണ് അവിടെ മുമ്പിൽ വന്നത്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് ഇവർ ഈ സിനിമക്കെതിരായി ഈ ഹെയ്റ്റ് ക്യാമ്പയിനുമായി മുമ്പോട്ട് വന്നത്. ആ സിനിമക്കകത്ത് പറഞ്ഞ യാഥാർത്ഥ്യമാണ് ഈ രാജ്യത്ത് നടന്ന ഒരു വംശത്തെ, ഒരു സമൂഹത്തെ ആകെ കൊന്നൊടുക്കാൻ നേതൃത്വം കൊടുത്ത ഒരു കൊലയാളിയുടെ ചിത്രം. അത്തരത്തിൽ ഒരുപാട് സിനിമകൾ നമുക്കറിയാം. പല സിനിമകളും നാട്ടിൽ നടന്ന സംഭവങ്ങളെ ആഖ്യാനപ്പെടുത്തി സിനിമ വന്നിട്ട്, ദേവാസുര സിനിമ, ആ സിനിമയുടെ പിറകിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ
ഇത് സംഘപരിവാർ മറക്കാൻ ഈ നാട്ടിനകത്ത് ഗുജറാത്ത് കലാപം മറക്കാനുള്ള തീരുമാനം എടുത്തു വന്നപ്പോൾ അത് ഈ നാട്ടിനകത്ത് സംഘപരിവാറിന്റെ നേതൃത്വം നടന്ന ഒരു ഭീകര പ്രവർത്തനമാണ്, തീവ്രവാദ പ്രവർത്തനമാണ്, വംശീയമായ യുദ്ധമാണ് എന്ന് ഈ നാട്ടിനകത്ത് ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് സിനിമക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളം പോലെയുള്ള മതനിരപേക്ഷ നാട് അതിനെ ഏറ്റെടുത്തത്. അതിനെ ആണ് സംഘപരിവാർ ഈ ഹെയ്റ്റ് ക്യാമ്പയിനിലൂടെയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റിന്റെ ടെററിസം എന്ന രൂപത്തിലേക്ക് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നു. അതാ ഞാൻ പറഞ്ഞത്, മോഹൻലാലിനെ പോലെ ആൾക്ക് ആ രൂപത്തിലേക്ക് പിന്നെ അപ്പോൾ ചെയ്യണം എങ്കിൽ അവർ പോലും ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഭയപ്പെടേണ്ട ആവശ്യമില്ല കേരളത്തിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മോഹൻലാലിനെ തള്ളാനോ അല്ലെങ്കിൽ മോഹൻലാലിനെതിരായി പിന്നെ സംസാരിച്ചതോ പൃഥ്വിരാജിനെതിരായി സംസാരിച്ചല്ല. അവർ കാണിച്ച ആർജവത്വം, ആ ആർജവത്വത്തെ, ആ നട്ടെല്ലിനെ അംഗീകരിക്കുന്നു. അവർ ഭയപ്പെടേണ്ട, ഈ കേരളത്തിനകത്ത് അവർ ഒരു ചുക്കും ചെയ്യാൻ, ഇവരുടെ ഏത് അന്വേഷണ ഏജൻസി വന്ന ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവണം. അങ്ങനെ ഈ സിനിമയെ നെഞ്ചേറ്റിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഞാൻ 3-4 ദിവസമായി സിനിമ കാണുന്നത് ഞാൻ നോക്കുന്നു. എനിക്കിന്ന് രാത്രി 11:15 ആ സിനിമയുടെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രൂപത്തിലേക്ക് ഈ നാട് മുഴുവൻ, ഇതിനകത്ത് എല്ലാ ആളുകളും ഈ ഇവർ പറയുന്നു ഇത് മട്ടാഞ്ചേരി മാഫിയാണ്, ഇത് പിന്നെ ജിഹാദികളുടെ സിനിമ. ഈ നാട്ടിലെ ജനങ്ങളാണ് സിനിമ കാണുന്നത്. ഇതിനകത്ത് ഭൂരിഭാഗം ആളുകൾ കാണുന്ന സിനിമയായി കാണുന്നു. അതുകൊണ്ടാണ് സിനിമ വിജയിക്കുന്നത്. ഇവരുടെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും ആ സിനിമക്ക് ഏൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ ED-യെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇൻകം ടാക്സിനും ഒക്കെ വിളിച്ചു അല്ലെ പലതരത്തിലും പേടിപ്പിച്ചും ഭയപ്പെടുത്തിയൊക്കെ തന്നെ ഇത്തരത്തിലേക്ക് എത്തിയത്. പക്ഷേ ഈ സിനിമ കേരളത്തിനകത്ത് വിജയിച്ചിരിക്കും. എത്ര കട്ട് ചെയ്താലും ജനങ്ങളുടെ മനസ്സിനകത്ത് RSS സംഘപരിവാറും ഈ രാജ്യത്തെ തീവ്രവാദ പ്രസ്ഥാനമാണ് എന്നുള്ള എല്ലാവരും പറയുന്ന കാര്യം അരക്കിട്ടുറപ്പിക്കുന്ന സമയത്ത് ഒരു തർക്കമില്ല. അതുകൊണ്ട് സിനിമയെ ആരും തള്ളി പറഞ്ഞിട്ടില്ല. ആ സിനിമക്കകത്ത് അവർ പോലും, മോഹൻലാലിനെ പോലെ ആൾ പോലും ഭയപ്പെട്ടു പോകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. ശരി, ഓക്കെ. ഷാബു പ്രസാദ്, എന്തുകൊണ്ടായിരിക്കും മോഹൻലാലിനെ പോലെ മലയാളത്തിന്റെ അഭിമാനമായ ഒരു കലാകാരന് ഒരു ഖേദപ്രകടനം നടത്തേണ്ടി ഉണ്ടാവുക? ഒരു ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടായിട്ടാവുമായിരിക്കുമല്ലോ ന്യായമായും. ഒരു ചില്ലിംഗ് എഫക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ ഷാരൂഖ് ഖാന്റെ മകൻ ഒരു നർക്കോട്ടിക് കേസിൽ അകത്ത് കിടന്നു. ആ നടപടിയെടുത്ത സമീർ വാങ്കഡയെ പിന്നീട് ശിക്ഷാ നടപടിയെടുത്ത് അയക്കുന്നത് പോലും നമ്മൾ കണ്ടു. കാരണം വ്യാജമായ കേസായിരുന്നു. എന്തും സംഭവിക്കാം എന്ന ഒരു ഭയത്തിന്റെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് ഇവരെ ആ തരത്തിൽ മാനസികമായി ഒരു സമ്മർദ്ദത്തിലാക്കി ഇങ്ങനെ ഒരു മാപ്പ് പറയിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? കാണാനുള്ള ആളുകളൊക്കെ സിനിമ കണ്ടില്ലേ? അഭിലാഷ് സിനിമ കണ്ടോ? എന്തോ അഭിലാഷ് സിനിമ ഞാൻ കണ്ടു. അപ്പൊ കണ്ടെങ്കിൽ ഇതിന്റെ ആദ്യം തുടക്കത്തിൽ ഈ സിനിമാ പ്രവർത്തകർ നന്ദി പറയുന്നത് ഇന്നതിൽ ഒരാൾ ആരാണ്, ഒരു വിഭാഗം ആരാണെന്ന് അഭിലാഷ് ശ്രദ്ധിച്ചു. സുരേഷ് ഗോപി മുതൽ ഗുജറാത്തിലെ പിന്നെ ഗുജറാത്ത് ഗവൺമെന്റ്, ഗുജറാത്ത് സർക്കാർ, ഗുജറാത്ത് ഗവൺമെന്റിന് ഈ പടം നന്ദി പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഗുജറാത്ത് ഗവൺമെന്റിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ് ഈ പടം റിലീസ് ചെയ്തിരിക്കുന്നത്, പടം നിർമ്മിച്ചിരിക്കുന്നത്. ഈ BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, BJP ഭരിക്കുന്ന കേന്ദ്രം BJP ഭരിക്കുമ്പോൾ ആ സെൻസർ ബോർഡാണ് ഈ സിനിമയ്ക്ക് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം ചെയ്യാമായിരുന്നു? അഭിലാഷേ, ഈ കിടന്ന് വായ്ത്താരി ഇളക്കുന്ന ഈ നാട്ടിലാണ് ലജ്ജ നിരോധിക്കപ്പെട്ടത്, സാത്താനിക് വേഴ്സസ് നിരോധിക്കപ്പെട്ടത്, ക്രിസ്തുവിൻ്റെ 5-ാം തിരുമുറിവ് നിരോധിക്കപ്പെട്ടത്. ഇവിടെ ഒന്നും അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ പെടുന്നതാണോ അല്ലയോ എന്നൊന്ന് ആലോചിക്കുക. അങ്ങനെ യാതൊരു അധികാരത്തിൻ്റെ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനം ഈ സിനിമയ്ക്കെതിരെ നടന്നോ? അങ്ങനെയാണെങ്കിൽ ഈ പടം തിയേറ്ററിൽ കാണില്ല അഭിലാഷേ. ഈ കേന്ദ്ര ഗവൺമെന്റും അല്ലെങ്കിൽ BJPയും വേണമെന്നും കൊണ്ട് വിചാരിച്ചാൽ ഈ പടം തിയേറ്ററിൽ കാണില്ല. അല്ല, അതിനും മാത്രം. പക്ഷേ ഈ തിയേറ്റർ കാണിക്കാതിരിക്കാൻ മാത്രം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയെയോ ആഭ്യന്തരമന്ത്രിയെയോ അത്തരത്തിലുള്ള നാടെന്നുള്ള കേരളം ഒന്നും അതിൽ അങ്ങനെ നിങ്ങൾ അങ്ങ് ഭയപ്പെടുത്തിയല്ലോ ഇവിടെ. അതൊക്കെ അങ്ങ് സംഘപരിവാറിന്റെ ഓഫീസ് പറഞ്ഞാൽ മതി. അതൊക്കെ RSSന്റെ കാര്യമായിട്ട് പറഞ്ഞാൽ മതി. മിണ്ടാതിരിക്കണം മിസ്റ്റർ. നിങ്ങൾ പറയുന്ന മുഴുവനും ഇവിടെ കേട്ടോണ്ടിരുന്നില്ലേ, സഹിച്ചിരുന്നില്ലേ? ഒന്ന് തിരികെ, നിങ്ങൾ വലിയ സഹിഷ്ണുതയുടെ ആൾക്കാരല്ലേ? ഒന്ന് അടങ്ങിയിരിക്കും അവിടെ. അതായത് ഈ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇവര് സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്തില്ല എങ്കിൽ ഇവർ ഈ കിടന്ന് വേളം വെക്കുന്നവരല്ലേ, ഇവരെല്ലാം ആര് വിചാരിച്ചാലും പടം റിലീസ് ചെയ്യില്ല. അങ്ങനെ റിലീസ് ചെയ്ത ഇത് നിങ്ങൾ ഈ പറയുന്ന ഫാസിസ്റ്റ് സർക്കാർ അപ്രൂവൽ കൊടുത്തത് കൊണ്ട് റിലീസ് ചെയ്ത ഒരു പടത്തിന്റെ മേലിലാണ് ഈ ബഹളം ഇവിടെ നടക്കുന്നത്. അല്ല, അപ്പൊ അതല്ലേ ചോദ്യം. സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്ത
സെൻസർ ബോർഡ് UA സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സിനിമയുടെ മുകളിൽ ആരാണ് ബഹളം വെക്കുന്നത്? നിങ്ങളല്ലേ ബഹളം വെക്കുന്നത്? വേറെ ആരും വെച്ചോ? ഒരു രാഷ്ട്രീയ സിനിമ, ഒരു രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയോട് വിയോജിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ലേ? ഈ നാട്ടിലെ വിയോജിക്കാനുള്ള അവകാശമുണ്ട്. വിയോജിക്കാനുള്ള അവകാശമുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും വിയോജിക്കാം. നിങ്ങൾ പറയുന്നത് പോലെയല്ല, ഇങ്ങനെയാണ് എന്ന് പറയാം. അതേക്കുറിച്ച് വേണമെങ്കിൽ ഒരു സിനിമ പോലും എടുക്കാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല, തകരാറില്ല. പക്ഷെ സിനിമ എടുത്ത ആളുടെ പിതൃത്വം തൊട്ട് അയാൾ ഫ്ലാറ്റ് വാങ്ങിയത് വരെ അപകീർത്തി പറയുക, അവഹേളിക്കുക, ED വരും അല്ലെങ്കിൽ ഏജൻസി വരും എന്ന് ഭീഷണിപ്പെടുത്തുക, ഇത് വിമർശനമല്ലല്ലോ, വിയോജിപ്പല്ലല്ലോ. ഇവിടെ അല്ല, ഒരു കാര്യമുണ്ട്. ഇപ്പം ഇവിടെ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്ന് രണ്ട് കൂട്ടർ പറയുന്നത് നരാധമൻ, രക്തദാഹി, ഫാസിസ്റ്റ് ഇതൊക്കെ പറയുന്നതോ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്കുള്ള അവകാശം ഇവിടെ സംഘപരിവാറിൽ അല്ലെങ്കിൽ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ളവർക്കും ഉണ്ട് സാർ. ഇതിനൊക്കെയുള്ള അവകാശം തീരെഴുതി കൊടുത്തിട്ടില്ല ഇവിടുത്തെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒന്നും. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഗുജറാത്ത് കലാപമാണല്ലോ. എൻ്റെ ആഗ്രഹം ഞാൻ പറയാം, ഈ ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യപ്പെടണം. ഒരു സംശയം വേണ്ട. അത് എങ്ങനെ തുടങ്ങിയെന്ന് ചർച്ച ചെയ്യപ്പെടണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരൊറ്റ മാധ്യമങ്ങളും ഇന്ത്യയില്ല. ഇവിടെ 84-ലെ സിഖ് വിരുദ്ധ കലാപത്തില്, ഡൽഹിയിൽ നടന്ന സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസിന്റെ സമുന്നതനായ കാലത്തെ നേതാവ് ശിക്ഷിക്കപ്പെട്ടു. ഈ 40 വർഷത്തിന് ശേഷം ഇവിടെ നിങ്ങൾ ഒരു ബോക്സ് ലൈനിൽ അല്ലെങ്കിൽ ഒരു ട്രെയിലിംഗ് ന്യൂസായിട്ടല്ലാതെ ഈ നാട്ടിൽ ചർച്ച ചെയ്തോ? ഒരു വലിയ ജനവിഭാഗത്തിന് 10,000 പേരെ കൊന്നു കുഴിച്ചുമൂടിയ ക്രൂരമായിട്ട്, അതിന് ഇവരുടെ നേതാവ് മുൻ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? ഒരു വൻമരം വീഴുമ്പോൾ കുറെ ഭൂമിയൊക്കെ കുലുങ്ങും, കുറെ എലിയും പാറ്റയൊക്കെ ചാകും എന്ന്. ഈ നാട്ടിൽ നടന്ന കാര്യമാണ്. അതിനൊരു കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിനെ ഈ 40 വർഷത്തിന് ശേഷം കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്താ ചെറിയ ചില്ലറ കാര്യമാണോ അഭിലാഷ ഇത്? എന്താ അത് ചർച്ച ചെയ്യണ്ടേ? ഞാൻ പറയുന്നു ഗുജറാത്ത് കലാപം എന്നല്ല, സിഖ് കലാപത്തെ ചാനലും ചർച്ച ചെയ്തില്ല. ചാനൽ ഇതുപോലെ ചാനൽ ഒന്നും ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്ന ഗുജറാത്ത് കലാപം മാത്രമല്ല, സിഖ് വിരുദ്ധ കലാപം ചർച്ച ചെയ്യണം, അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യണം, ഭീവണ്ടി ചർച്ച ചെയ്യണം, 1921 മാപ്പിളകളെ ചർച്ച ചെയ്യണം, ഓരോ തരത്തിലുള്ള പ്രൊപ്പഗാൻഡ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഈ അടുത്ത് തന്നെ BJP-യുടെ ഒരു MP അഭിനയിച്ച അടിയന്തരാവസ്ഥ പരാമർശമാവുന്ന സിനിമ ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരു OTT-യിലുണ്ട്. അതല്ലാതെ ഇതിപ്പോ ആദ്യമായിട്ട് ചരിത്രത്തെ ഏതെങ്കിലും പ്രത്യേക കോണിൽ വിലയിരുത്തുന്ന സിനിമ വന്നതൊന്നുമല്ല. ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ ജെയ്സി തോമസ്, ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് കോൺഫിഡൻസ് നൽകുന്നതിൽ ഇവിടുത്തെ മുഖ്യധാരാ സമൂഹം, ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും പറയുന്നില്ല, മുഖ്യധാരാ സമൂഹം എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ട കാര്യമാണല്ലോ. ശരിയാണ്, സിനിമയ്ക്ക് വലിയ തോതിൽ ആൾ കൂടുന്നുണ്ട്. ഓരോ മണിക്കൂറിലും വിവിധ ഈ ബുക്ക് ചെയ്യുന്ന ആപ്പുകളിൽ ട്രെൻഡിങ് ആണ്. 20,000 ടിക്കറ്റ് വരെ ഒരു മണിക്കൂറിൽ പോകുന്നുണ്ട്. ശരിയാണ്, പ്രേക്ഷക സമൂഹത്തിന് പിന്തുണയുണ്ട് ആ അർത്ഥത്തിൽ, ടിക്കറ്റ് വാങ്ങുന്ന കാര്യത്തിൽ, കാണുന്ന കാര്യത്തിൽ. അതിനപ്പുറത്ത് ഇതിന്റെ മേക്കേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും അർഹിക്കുന്ന പിന്തുണ കൊടുക്കാൻ ഇന്ത്യയുടെ കേരളത്തിന്റെ മതനിരപേക്ഷ ചേരിക്ക് എമ്പുരാൻ സിനിമയുടെ പ്രവർത്തകർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം. പ്രസക്തമാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. ആ ചോദ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷേ കോൺഗ്രസ് പ്രതിനിധി ഒഴികെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റു ചില ആളുകളുടെ, പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമുള്ള പ്രതിനിധികൾ എന്ന നിലയിൽ പങ്കെടുക്കുന്ന ആളുകളോട് കുറഞ്ഞ വാചകങ്ങളിൽ പ്രതികരിക്കാനുള്ള ഒരു അവസരം നൽകണം. എനിക്ക് അത്ഭുതം തോന്നി. ഒന്നുമില്ലെങ്കിലും രാഷ്ട്രീയത്തിനും മതജാതി സമുദായ വ്യത്യാസങ്ങൾക്കും ഒക്കെ അതീതമായി ലോകത്തിന് മുമ്പിൽ നമ്മുടെ പ്രൈഡായില്ലേ ഈ ചലച്ചിത്ര എമ്പുരാൻ എന്ന ചലച്ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അത്രയും, അത് മോഹൻലാൽ മുതൽ പൃഥ്വിരാജ് മുതൽ അതിന്റെ പ്രവർത്തകരെല്ലാവരും. പക്ഷേ ആങ്കർ ശ്രദ്ധിച്ചില്ലേ, ബഹുമാനീയനായ BJP-യുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്നു പറഞ്ഞത് 1 വീക്ക് സ്പാൻ അല്ലെ, ഒരാഴ്ച മാത്രം ആയുസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സിനിമയെ, അങ്ങനെയാണ് അദ്ദേഹം അപഹസിച്ചത്. ഒരാഴ്ച മാത്രം ആയുസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചലച്ചിത്രമായി എമ്പുരാനെ നിങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത, ഡെലിബറേറ്റ്ലി ഉണ്ടാക്കിയെടുത്ത വിവാദങ്ങളിലൂടെ വളർത്തിയെടുത്ത് ആളുകളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുകയാണ്. അങ്ങനെയാണോ അങ്ങ് ഒരു മോഹൻലാൽ ചിത്രത്തെ വിലയിരുത്തേണ്ടത്? അങ്ങനെയാണോ BJP നേതാവെ അങ്ങൊരു പൃഥ്വിരാജ് ചിത്രത്തെ വിലയിരുത്തേണ്ടത്? അങ്ങ് ഏതു നിലവാരത്തിലാണ് കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മളുടെ മുമ്പിലില്ലേ മോഹൻലാലിന്റെ ആവട്ടെ, മമ്മൂട്ടിയുടെ ആവട്ടെ, പൃഥ്വിരാജിന്റെ ആവട്ടെ, ആരുടേതുമാകട്ടെ
മലയാളത്തിന്റെ അനുഭവത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സ്വഭാവത്തോടുകൂടെ ആയിരക്കണക്കിന് തിയേറ്ററുകളെ, നൂറുകണക്കിന് വരുന്ന ഇന്ത്യൻ ഗ്രാമനഗരാന്തരങ്ങളെ കീഴ്പ്പെടുത്തുമെന്ന് സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ എല്ലാ മലയാളിക്കും, യുക്തി വീട്ടിൽ വെച്ചിട്ട് വരാത്ത മുഴുവൻ മലയാളിക്കും ബോധ്യമുള്ളൊരു സിനിമയെ ഒരാഴ്ചക്കാലത്തെ സിനിമ എന്നാണോ BJP നേതാവെ വിശേഷിപ്പിക്കേണ്ടത്? എന്നിട്ട് പറയുന്നു, മറ്റൊരു സംഘപരിവാര പ്രതിനിധി പറഞ്ഞു, ഞങ്ങൾ ഇതിനൊന്നും എതിർത്തിട്ടില്ലല്ലോ, ഗുജറാത്ത് ചർച്ച ചെയ്യണ്ടേ, കലാപം ചർച്ച ചെയ്യണ്ടേ. ആരാണ് ഇതിനെ എതിർത്തത്? BJP നേതാക്കന്മാരെ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ഇന്ത്യയിലെ പ്രമുഖയായ ചലച്ചിത്ര താരം ദീപിക പദുക്കോൺ അവരുടെ ബിക്കിനിയുടെ നിറം, ആ നിറത്തിന്റെ പേരിൽ ഒരു സിനിമയെ പൂട്ടിക്കെട്ടിക്കാൻ ശ്രമിച്ചവരാരാ? കോൺഗ്രസ് ആണോ? ഇടതുപക്ഷമാണോ? ഒരു സിനിമ ചലച്ചിത്ര നടി ധരിച്ച ബിക്കിനിയുടെ നിറത്തിന്റെ പേരിൽ ആ നടിയെയും ഒരു ചലച്ചിത്രത്തെയും തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് RSS ആണ്, ഇന്ത്യൻ സംഘപരിവാരമാണ്. നിങ്ങളാണോ ഇവിടെ വന്നിട്ട് എമ്പുരാൻ സിനിമ ഒരാഴ്ചക്കാലമുള്ള സിനിമ എന്ന് പറയുന്നത്? PK എന്ന് പറയുന്ന സിനിമ, അമീർ ഖാന്റെ ചലച്ചിത്രം, മനോഹരമായ ദൃശ്യാവിഷ്കാരം, അതിനെതിരെ തിയേറ്റർ കത്തിച്ച് സമര ആഭാസം നടത്തിയവർ ആരാണ്? കോൺഗ്രസ് ആണോ? ഇടതുപക്ഷമാണോ? RSS ആണ്, ഇന്ത്യയിലെ സംഘപരിവാരമാണ്, ഇല്ലേ? എന്നിട്ട് ഇപ്പൊ പേര് പറയുന്നു, അല്ലെ? എങ്ങനെയാണ് പേര് ഉപയോഗിക്കുന്നത്? പല ഓർഗനൈസർ മുതൽ യുവമോർച്ച വരെ നീണ്ടു നിൽക്കുന്ന RSSന്റെ ഔദ്യോഗിക ഹാൻഡിലുകൾ എങ്ങനെയാണ് പൃഥ്വിരാജിനെ വിശേഷിപ്പിക്കുന്നത്? നമുക്കൊരു ചർച്ചയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പദപ്രയോഗത്തോട് കൂടിയിട്ടാണോ? എങ്ങനെയാണ് ഈ സിനിമയുടെ മറ്റു പ്രവർത്തകരെ വിശേഷിപ്പിച്ചത്? യുവമോർച്ച മുതൽ ഓർഗനൈസർ വരെയുള്ള സമുന്നത RSSന്റെ ഔദ്യോഗിക ഹാൻഡിലുകൾ. നമ്മളുടെ മുമ്പിലില്ലേ മലയാളത്തിന്റെ സംവിധായകൻ കമലിനെ കമാലുദ്ദീൻ എന്ന് വിളിച്ചാക്ഷേപിക്കാൻ ശ്രമിച്ചവരാരാണ്? മതം പറഞ്ഞ് ഇവിടെ വർഗീയത ഒരു ചലച്ചിത്ര താരത്തിന്റെയും അതിന്റെ പ്രവർത്തകന്റെയും പേരിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാരാണ്? നോട്ട് നിരോധനത്തിനെതിരെ ശബ്ദിച്ചപ്പോൾ ലോക മലയാളത്തിന്റെ പ്രതീകമായ MTയെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കുമെന്ന് പ്രഖ്യാപിച്ചത് RSSന്റെ ലോക്കൽ നേതാവല്ലല്ലോ, ഈ ഇന്ത്യയിലെ RSSന്റെ കേന്ദ്ര പദവിയിൽ അലങ്കരിക്കുന്ന നേതാവല്ലേ MTയെ പാകിസ്ഥാനിലേക്ക് അയക്കുമെന്ന് പ്രഖ്യാപിച്ചത്? നമ്മളുടെ മുമ്പിൽ എത്ര ഉദാഹരണങ്ങളുണ്ട്. പെരുമാൾ മുരുകന്റെ കഴുത്ത് വെട്ടും, അദ്ദേഹത്തിന്റെ പേന താഴെ വെക്കുമെന്ന് പറയേണ്ടതായി വന്നു, ഇല്ലേ? ഇത് മോഹൻലാൽ ഇന്ന് ഖേദം പ്രകടിപ്പിച്ചതുപോലെ നമ്മൾ റാണ അയൂബ്, ഗുജറാത്ത് ഫയൽസ്, ഇല്ലേ? ഷാബു പ്രസാദ് എന്ന RSS പ്രതിനിധി ഓർമ്മിക്കുന്നുണ്ടോ? ഗുജറാത്ത് ഫയൽസ് എന്ന പൊള്ളുന്ന വസ്തുതകളെ തുറന്നു കാട്ടിയ റാണ അയൂബിനെതിരെ RSS സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ഇപ്പോ ആഴ്ചകൾക്ക് പുറകിൽ കുനാൽ കുമ്ര, ഇന്ത്യ ആദരിക്കുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അല്ലേ, കുനാൽ കുമ്രയുടെ സ്ഥാപനം തകർത്തത് RSS ആയിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ തലയ്ക്ക് വിലകിടമെന്ന് പരോക്ഷ പ്രഖ്യാപനം നടത്തിയത് ദേവേന്ദ്ര ഫട്നാവിസും മേഘനാഥ് ഷിൻഡെയും RSSന്റെ പ്രവർത്തകരായിരുന്നില്ലേ? നിങ്ങൾക്ക് എല്ലാ കാലയളവിലും നിങ്ങൾക്ക് അനഭിമതരായി പറയുന്നവർ, അവർ ഹിന്ദു നാമധാരികളാവട്ടെ അല്ലാതിരിക്കട്ടെ, അവരെ കൊന്നുകളയുക, അവരെ തീർക്കുക, അവരുടെ ആവിഷ്കാരത്തെ തകർക്കുക എന്നുള്ളതാണ് എല്ലാ കാലയളവുകളിലെയും നിങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം നന്നായി, ബഹുമാന്യനായ ഷാബു പ്രസാദ് എന്ന RSSന്റെ പരോക്ഷ പ്രതിനിധി പറഞ്ഞു, ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ എന്നുള്ളത്. അല്ലെ, ചർച്ച ചെയ്ത് കളയാം. ജയന്ത് രവി ആരായിരുന്നു? ഗോദ്രയിൽ ഈ സംഭവവികാസം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജില്ലാ കളക്ടർ ആയിരുന്നില്ലേ? അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, RSSന്റെ നേതാവ്, നമ്മുടെ പ്രധാനമന്ത്രിയുമായിരുന്ന AB വാജ്പേയി ആയിരുന്നില്ലേ? 2002 ഫെബ്രുവരി മാസം 27 അല്ലെ, സംഭവവികാസം ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും RSSന്റെ നേതാവുമായ AB വാജ്പേയിയുടെ പ്രതികരണം എന്താണ്? അത് ഒരു അപകടമാണ്. ജയന്ത് രവി എന്ന ആ ജില്ലയുടെ ജില്ലാ ചുമതലയുണ്ടായിരുന്ന ജില്ലാ കളക്ടർ പറഞ്ഞത് എന്താണ്? അതൊരു അപകടമാണ്. മുൻകൂട്ടി പ്രീ പ്ലാൻ ചെയ്ത, യാതൊരു നിലയിലും ഫാബ്രിക്കേറ്റഡായി സൃഷ്ടിച്ചെടുത്ത വർഗീയ കലാപത്തിന് ഉതകുന്ന ഒരു അവസരമേ ആയിരുന്നില്ല. ജസ്റ്റിസ് PR കൃഷ്ണയ്യർ, മലയാളി മറന്നുപോകില്ല, സുപ്രീം കോടതിയുടെ ഉന്നത ന്യായാധിപ സ്ഥാനത്തെ ഏറ്റവും അഭിമാനത്തോടു കൂടെ സംരക്ഷിച്ചയാൾ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൺസേൺഡ് സിറ്റിസൺ ട്രൈബ്യൂണൽ ഗുജറാത്ത് സന്ദർശിച്ചില്ലേ? എന്താ ഷാബു പ്രസാദെ ആ കൺസേൺഡ് സിറ്റിസൺ ട്രൈബ്യൂണലിന്റെ കണ്ടെത്തൽ? S6 എന്ന് പറയുന്ന ഗോദ്രയിലെ ഒരു കോച്ചിന് മാത്രം എങ്ങനെ അഗ്നിക്കിരയാക്കപ്പെട്ടു? അന്ന് വഴിയിൽ നിന്നും 12 അടി മേലെ ഉയരെയുള്ള S6 എന്ന കോച്ചിലേക്ക് എങ്ങനെ പുറത്തുനിന്ന് ഒരാൾക്ക് കയറാൻ കഴിയുമായിരുന്നു? അതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. ആസൂത്രിതമായി മുസ്ലിങ്ങളെ ആസൂത്രിതമായി മതന്യൂനപക്ഷത്തെ തകർക്കാനും കൂട്ടക്കൊലപാതകം നടത്താനും ഗോദ്രയിൽ ബോധപൂർവം അക്കൂട്ടർ ഒരു കലാപം അഴിച്ചുവിട്ടു എന്ന ശ്രമം ആസൂത്രിതമായി നിങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ്. പറഞ്ഞത് CPIM അല്ല, പറയുന്നത് റൊമില താപ്പർ അല്ല, പറയുന്നത് ജസ്റ്റിസ് PR കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ള, റാണ അയൂബ് ഉൾപ്പെടെയുള്ള, ഗുജറാത്ത് കളക്ടറായിരുന്ന ജയന്ത് രവി ഉൾപ്പെടെയുള്ള, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി ഉൾപ്പെടെയുള്ള ആളുകളാണ്. ആ അന്ന് തുറന്നു കാട്ടപ്പെട്ട സത്യത്തിലേക്കാണ് വീണ്ടും ഒരിക്കൽ കൂടെ സൂചിപ്പിച്ചതുപോലെ ശരി ആവട്ടെ. ശ്രീ ഉല്ലാസ് ബാബു, യഥാർത്ഥത്തിൽ എന്താണ് ഈ സിനിമയോടുള്ള നിങ്ങളുടെ പ്രശ്നം? 3 രാഷ്ട്രീയ പാർട്ടികളെയും റിലേറ്റ് ചെയ്യാവുന്ന വിധത്തിൽ ഫിക്ഷണലായ, എന്നാൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കുറേ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫിക്ഷനാണല്ലോ. അപ്പോൾ അത് 3 കൂട്ടരെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിന്റെ ആദ്യത്തെ ഭാഗത്തിൽ ഇവരുടെ 2 പാർട്ടികളെ കുറിച്ചായിരുന്നു, നിങ്ങളെക്കുറിച്ച് പരാമർശമേ ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങളെക്കുറിച്ചും എന്ന് വെച്ചാൽ നിങ്ങളെ എന്ന്
തോന്നിക്കാവുന്ന റിലേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള പരാമർശമുണ്ട്. ഇതിനെ ഇങ്ങനെ ഹാലിളക്കി സമീപിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു? എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രശ്നം? അഭിലാഷേ, ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞോട്ടെ. കേരളത്തിൻ്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും കേരളത്തിൻ്റെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു. എന്താണ് സിനിമയെ സിനിമയായി കാണണം എന്ന് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. ഇതിനകത്ത് സംഘപരിവാറിൻ്റെയും BJPയുടെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും വിവിധ വിശ്വാസങ്ങളുടെയും വിവിധ ആളുകൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നേ, ആ സിനിമയെ വിമർശിച്ചിട്ടുണ്ടെന്നേ. ആ സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ള കണ്ടന്റ് എന്ന് പറയപ്പെടുന്നത്, അഭിലാഷ് പറഞ്ഞല്ലോ ഇത് വലിയ സാധനമാണെന്ന്. അഭിലാഷേ, ഇതിൻ്റെ ഫാൻസ് ഷോ കഴിഞ്ഞിട്ടേ നേരിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എന്താ കാരണം? ആ ഫാൻ ഷോ കഴിഞ്ഞിട്ട് ഫാൻസുകാർ പറഞ്ഞ കാര്യങ്ങൾ നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അഭിലാഷ്, ഞാനിതിനെ കൃത്രിമവൽക്കരിച്ചിട്ട് ഒരാഴ്ചയുള്ള സിനിമ ഒന്നല്ല, അത് കൃത്യമായിട്ട് ഒരാഴ്ചക്കുള്ള സിനിമ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് വേറൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ മറ്റേ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ BJPയുടെ രാഷ്ട്രീയത്തിൽ ഇതിനകത്ത് രാഷ്ട്രീയ വിഷയമായിട്ട് എടുത്തിട്ടില്ല. BJP രാഷ്ട്രീയ സംഘടന ഇതിനകത്ത് ഒരു തുടക്കം തന്നെ കൃത്യമായി പറഞ്ഞു സിനിമയെ സിനിമയായി കൊണ്ടുള്ള ഞങ്ങളുടെ നേതാക്കളെ പറഞ്ഞു. പിന്നെ പ്രേക്ഷകൻ ഒരു കാര്യം പറയുന്ന സമയത്ത്, പ്രേക്ഷകർ അഭിപ്രായം പറയുന്ന സമയത്ത് എന്തിനാണെന്നേ അതിനെ സംഘപരിവാറും BJPയും ആക്കി തീർത്തിട്ട് സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിച്ചത്? പിന്നെ നിങ്ങൾ ചോദിച്ചോട്ടെ, എന്തിനാണ് അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ മുട്ടുമടക്കണം? നിങ്ങൾ എന്തിന് 17 വെട്ട് വെട്ടണം? എന്തിന് നിങ്ങൾ 17 വെട്ട് വെട്ടി ഖേദം പ്രകടിപ്പിക്കണം? വേണ്ടിയിരുന്നില്ലല്ലോ. എന്തിനാ ഖേദം പ്രകടിപ്പിച്ചേ? അതിന് അഭിലാഷ് ചിത്രീകരിച്ച വക്രീകരിച്ച രീതി ഉണ്ടല്ലോ, അവിടെയാണ് അഭിലാഷിനെ പോലെയുള്ള തലച്ചോറുകൾ പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലാക്കില്ല. അഭിലാഷ് ഇതിൽ എന്ത് ഭംഗിയായിട്ടാണ് കലക്കി കൊണ്ടുപോയത്. അഭിലാഷ് ഇടതുപക്ഷ ഹാൻഡിലുകൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. അഭിലാഷ് എന്താ പറഞ്ഞത്? ഭയം ജനിപ്പിച്ച് അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചല്ലേ? അല്ല, അവർ വെട്ടിക്കുന്നു അല്ലേ? അതിൽ ഭയം എന്ന രീതിയിലേക്ക് ഇതിനെ കൺവെർട്ട് ചെയ്ത് കൊടുക്കുന്നതിൽ അഭിലാഷ് കളിച്ച കളിയുണ്ടല്ലോ, ഈ കളി തന്നെയാണ് അഭിലാഷ് അതിനകത്ത് പ്രശ്നം. ഇതിനകത്ത് ഈ വണ്ടി പൊന്താതിരുന്ന വണ്ടിയെ ഊക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി വർഗീയമായിട്ട് ഇതിനെ ഉപയോഗിച്ചു. ഇല്ലാത്തൊരു വിഷയത്തെ ഈ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സിനിമയുണ്ട്. അഭിലാഷ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. പറയുന്ന സമയത്ത് പഞ്ചപൂച്ച മടക്കിട്ട് അത് കേട്ടിരുന്നല്ലോ. ഓന്റെ വിടുവായിത്തരം മുഴുവൻ കേട്ടിരുന്നില്ലേ? അപ്പൊ ഞാൻ പറയുമ്പോൾ മാത്രം തങ്ങൾക്ക് ഇത്ര വലിയ ഭക്ഷണം? ഞാനത് പറയുന്നത് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ കേക്ക്, അല്ലെങ്കിൽ പിന്നെ എന്റെ മ്യൂട്ട് ചെയ്തോ. മര്യാദയ്ക്ക് സംസാരിക്കണം. ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് ആ സിനിമ എന്ന് പറയപ്പെടുന്ന എന്റർടൈൻമെന്റ് ഹലോ കേട്ടു പറഞ്ഞോളൂ. ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് ആ സിനിമയ്ക്കകത്ത് വ്യത്യസ്തമായിട്ടുള്ള താല്പര്യമുള്ളവരുണ്ടാവാം, വ്യത്യസ്തമായ ആശയമുണ്ടാവാം. അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ത് വേണമെങ്കിൽ നിങ്ങളോട്ട് വിളിച്ചോ. പക്ഷേ ഒരു സിനിമയിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒന്നുകിൽ അത് സത്യമായിരിക്കണം, അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കണം? ആ സത്യത്തെ വളച്ചൊടിക്കാതെ കൃത്യമായി തന്നെ പറയാനുള്ള നട്ടല് കാണിക്കണം. അവനവന്റെ താല്പര്യം അനുസരിച്ച് ഇതിൽ വിവാദമുണ്ടാകണം, ഇതിലൊരു വിഭാഗത്തെ ഉപദ്രവിക്കണം, മറ്റു വിഭാഗങ്ങൾ ഇത് കണ്ട കൈയടിക്കണം, ഇരു വിഭാഗങ്ങളും തമ്മിൽ യുദ്ധം വെട്ടണം, അതിനകത്ത് അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാവണം, അതിലൂടെ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടണം, അതിലൂടെ ഇതിനകത്ത് പൈസ ഉണ്ടാക്കണം, അതിലൂടെ ഇതിന്റെ പൈസ സുഖമായിട്ട് എടുക്കാം എന്നൊക്കെ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി തന്നെയാണ് അനാവശ്യമായിട്ടുള്ള തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സിനിമ ഉണ്ടാക്കുന്നത്. അതിലെന്താ തെറ്റുള്ളത്? അത് പറയുന്നതിന് എന്താ ശരികേടുള്ളത്? ഇതിനകത്ത് ഈ ഇടതുപക്ഷക്കാർ പറയുന്ന പോലെയുള്ള കലാപം എന്ന് പറയപ്പെടുന്നതല്ലോ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയപ്പെടുന്നത്. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഒരു വിഷയം കുത്തിവെക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം പറയുന്നത്, അതിന്റെ നിയമവശങ്ങൾ പറയുന്നേ, അതിനകത്ത് ഉണ്ടായ കാര്യങ്ങൾ പറയുന്നേ, അതിന്റെ മൂലകാരണങ്ങൾ പറയുന്നേ, അതൊന്നും പറയാതെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വഴക്കുണ്ടായിക്കോട്ടെ, സാമുദായിക വഴക്കുണ്ടായിക്കോട്ടെ, വ്യക്തികൾ തമ്മിൽ അടിച്ചോട്ടെ, ആശയങ്ങൾ തമ്മിൽ അടിച്ചോട്ടെ, എന്നാലും പണം കിട്ടിയാൽ മതി എന്ന ദുരുദ്ദേശം ഇതിന്റെ പുറകിലുള്ള സംവിധായകനുണ്ട് സാറേ, പ്രൊഡ്യൂസർക്കുണ്ട് സാറേ. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കടിക്കാതെ വന്ന സമയത്ത് അതിന് രാഷ്ട്രീയ ഞാൻ റിജിലിന് സമയം തരാം. ഇടവേള അത്യാവശ്യമാണ്. ഇടവേള എടുത്തില്ലെങ്കിൽ ഈ പരിപാടി സമയത്ത് നിർത്താൻ പറ്റില്ല. ചർച്ചയുടെ അവസാന ഘട്ടമാണ്. ഷിറിജിൽ പറഞ്ഞോളൂ.
ഒരു കാര്യം ശ്രീ അഭിലാഷേ, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് BJP ഇതിനെ എതിർത്തിട്ടില്ല എന്നാണ്. യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ഗണേഷാണ് പൃഥ്വിരാജിനെതിരായി ആടുജീവിതം എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചതിന്റെ വിദേശ ബന്ധം ആരോപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതെന്താ അടിസ്ഥാനത്തിലാണ്? പിന്നെ ഇവർ പറയും ഇപ്പൊ സിനിമ വരുമ്പോ FIR ഇട്ട് കോടതിയിൽ പോയി വക്കീലും ജഡ്ജിയും തമ്മിൽ വാദപ്രതിവാദം നടക്കുന്ന രൂപത്തിലാണോ സിനിമ? അങ്ങനെയാണോ സിനിമ ഇറക്കി? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു കള്ളക്കഥ ഈ കേരളത്തിനകത്ത് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചില്ലേ? 33 ആളുകൾ മാറി 32,000 സ്ത്രീകൾ ISISലേക്ക് പോയി എന്ന് പറഞ്ഞ പ്രമേയം ഉണ്ടാക്കി ഈ നാട്ടിനകത്ത് സിനിമ ഉണ്ടാക്കി അതിനെ മുഴുവൻ കേരള സ്റ്റോറി 32,000 ആളുകൾ ഈ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന കളവ് നുണ ഈ കേരളത്തെ പൊതുമധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചവരല്ലേ നിങ്ങളല്ലേ ശ്രമിച്ചത്? എന്താണ് കേരള സ്റ്റോറി? കേരള സ്റ്റോറി എന്ന പേരിട്ട് നാടിനെ അപമാനിച്ചവരല്ലേ? അതിനെ നിങ്ങൾ ബാലോളം ഉയർത്തിയവരല്ലേ? അവർക്ക് തിയേറ്ററിൽ കൊടുത്തവരല്ലേ? ഗുജറാത്ത് ഈ ജയിക്കിന്റെ 51 വെട്ട് എന്താ പുറത്തേക്ക് വരാഞ്ഞു? എന്താ ചന്ദ്രശേഖരന്റെ വെട്ടുവെട്ടിയ വിഷയം പുറത്തേക്ക് വരാഞ്ഞു? എന്താ പറയാ അഭിലാഷ്? അതിനോടൊന്നും ഇവർ കാണിക്കാത്ത രീതി സിനിമ ഇഷ്ടപ്പെടുന്ന ഇതിനോട് കാണിക്കണമെന്ന് പറയാൻ അഭിലാഷ് ജയിക്കണം അധികാരമുള്ളത് അത് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഈ നാടിന്റെ മുമ്പിൽ എന്തിൽ നിന്നാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത്? കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. 4 പേർക്കും വളരെ നന്ദി. സൂപ്പർ ഫാമിലി അവസാനിക്കുന്നു. നമസ്കാരം.